കർത്താവിന്റെ അതിപരിശുദ്ധമേറുന്ന നല്ല തിരുനാമം ഈ നല്ല ബുധനാഴ്ചയുടെ പകൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ നിങ്ങളോടൊപ്പമായി തീരുവാൻ കർത്താവാം ദൈവം എനിക്കും അവസരങ്ങളെ ഒരുക്കി തന്നതിനെ ഓർത്ത് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വിശേഷാൽ ഇന്ന് പകൽക്കാലം ഈ ആരാധനയ്ക്ക് നേതൃത്വം നൽകുന്ന കർത്താവിന്റെ അഭിഷുദ്ധ ഭൃത്യൻ, കടന്നു വന്നിരിക്കുന്ന മാതാപിതാക്കൾ, സഹോദരങ്ങൾ, സൂമിൽ പങ്കെടുത്ത് നമ്മുടെ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന എല്ലാ ദൈവമക്കൾ, ദൂരത്തും ശാരത്തുമായിരിക്കുന്ന എല്ലാവരെയും കർത്താവാം യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹം നിർദ്ദേശമേ അറിയിക്കുന്നു. ഈ നല്ല പകലിൽ നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുവാൻ ദൈവം നൽകി തന്ന നല്ല അവസരത്തിനായി നന്ദിയോടെ കർത്താവിനെ വാഴ്ത്തുകയാണ്, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. സന്തോഷമുള്ളവർ കരങ്ങളെ ഉയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്തിയാട്ടെ. 2025 കടന്നു പോകാൻ നമ്മുടെ മുൻപിൽ ഏകദേശം ദിവസങ്ങളും മണിക്കൂറുകളും ബാക്കി നിൽക്കുമ്പോൾ ഒരു പകൽക്കാലം കൂടെ ദൈവം നമ്മളെ ആയുസ്സോടെ, ആരോഗ്യത്തോടെ, ബലത്തോടെ ദൈവം നമ്മെ നിർത്തിയതിനെ ഓർത്ത് കർത്താവിന് നമുക്ക് നന്ദിയുള്ളവരായി തീരാം. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിലേക്ക് നമുക്ക് ഒരുമിച്ച് കടന്നു വരാം. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിലേക്ക് അടയട്ടെ. അല്പനിമിഷം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. എല്ലാ കണ്ണുകളും അടയട്ടെ, എല്ലാ കണ്ണുകളും അടയട്ടെ. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. എല്ലാ കണ്ണുകളും അടയട്ടെ. എല്ലാവരും ഒന്ന് ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന എല്ലാവരും അല്പസമയം ഒന്ന് ജാഗരിച്ചാട്ടെ. ഹല്ലേലൂയ. ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഓർത്തുകൊണ്ട്, ദൈവം ചെയ്ത അത്ഭുതങ്ങളെ ഓർത്തുകൊണ്ട്, ദൈവം ചെയ്ത വീര്യപ്രവർത്തികളെ ഓർത്തുകൊണ്ട്, ദൈവം നമ്മെ കരുതിയതോർത്ത്, ദൈവം നമ്മെ പുലർത്തിയതോർത്ത്, ദൈവം നമ്മെ സ്നേഹിച്ചതോർത്ത് നമുക്ക് ഒരുമിച്ച് എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിലേക്ക് അടയട്ടെ. എല്ലാ തരങ്ങളും ചലിക്കട്ടെ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നല്ലവനായ ദൈവം നമ്മുടെ മുൻപിൽ കടന്നു വന്നിട്ടുണ്ട്. ആ ദൈവത്തിന്റെ പാദപീഠത്തിൽ നാം ആയിരിക്കുമ്പോൾ ഇന്ന് പകൽ നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യാൻ, നമുക്ക് വേണ്ടി അടയാളങ്ങളെ ചെയ്യുവാൻ, നമുക്ക് വേണ്ടി പ്രവർത്തികളെ ചെയ്യുവാൻ, നമുക്ക് വേണ്ടി ഇന്ന് പകൽ സംസാരിപ്പാൻ, നമ്മോട് ഇന്ന് സംസാരിപ്പാൻ നമ്മുടെ ദൈവം ഇതിന്റെ നടുവിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. എല്ലാ കണ്ണുകളും അടച്ച അധരങ്ങളെ ചലിപ്പിച്ച ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. എല്ലാ തരങ്ങളും ചലിച്ചു തുടങ്ങട്ടെ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ എല്ലാ തരങ്ങളും ചലിച്ചു തുടങ്ങട്ടെ. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിന്റെ വലിയൊരു സാന്നിധ്യം ഈ മൺകൂടാരങ്ങളുടെ അകത്തലങ്ങളിലേക്ക് വെളിപ്പെടട്ടെ. ഇന്ന് പകൽക്കാലം കർത്താവിന്റെ ഭൃത്യൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഹൃദയം ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു മെഴുകുതിരി പോലെ ഉരുകത്തക്ക നിലവാരത്തിലായി തീരുമെങ്കിൽ ഇന്ന് പകൽ ദൈവമേ, ഹല്ലേലൂയ, കർത്താവേ, എന്റെ ഹൃദയത്തെ ഞാൻ നിന്റെ മുൻപിൽ ഒരു മെഴുകുതിരി പോലെ ഉരുക്കുന്നു. ഇന്ന് പകൽ ചില വിഷയങ്ങളുടെ നടുവിൽ നിന്റെ ഹൃദയം ഉരുകുന്നുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ചില വിഷയങ്ങൾക്ക് മറുപടിയായി അവൻ നടക്കത്തില്ലെന്ന് പറഞ്ഞ, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, നടക്കത്തില്ലെന്ന് പറഞ്ഞ, അസാധ്യമെന്ന് കരുതിയ ചില വിഷയങ്ങളെ സാധ്യമാക്കുവാൻ കഴിവുള്ള ഒരു നല്ല ദൈവം ഇന്ന് പകൽ നമ്മുടെ നടുവിലുണ്ട്. അവൻ ജീവിക്കുന്ന കർത്താവാണ്. ആ ദൈവസ്ഥയിലേക്ക് എല്ലാവരും ഏൽപ്പിച്ചു കൊടുത്താട്ടെ. അസാധ്യമെന്ന് തോന്നുന്നത്, അസാധ്യമെന്ന് തോന്നുന്നത്, നമ്മുടെ കാണാൻ കഴിയാത്തത്, നമ്മുടെ പ്രവർത്തികളാൽ ചെയ്തെടുക്കാൻ കഴിയാത്തത്, നമ്മുടെ ചിന്തയാൽ ചിന്തിക്കാൻ കഴിയാത്തത്, അസാധ്യമെന്ന് തോന്നുന്ന പലതിനെയും നമുക്ക് വേണ്ടി സാധ്യമാക്കി തരുവാൻ കഴിവുള്ള ഒരു നല്ല ദൈവം ഇന്ന് പകൽ നമ്മുടെ നടുവിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. എത്ര പേർ വിശ്വസിക്കുന്നു? വിശ്വസിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് ദൈവത്തിന്റെ വചനം നമ്മെ വിളിച്ചറിയിക്കുന്ന പോലെ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തുന്ന ഒരു പകലായി മാറേണ്ടതിന് ഇന്ന് പകൽക്ക് എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ഇന്ന് പകലിന്റെ വിശ്വാസമോ അല്ലാതെ ഭംഗം വരികയില്ല, അത് ഞാൻ പ്രാപിക്കുക തന്നെ നിശ്ചയം. ഇന്ന് പകലിന്റെ വിശ്വാസം ഭംഗം വരാതെ നീ എന്താണോ പ്രത്യാശിച്ചത്, നീ എന്താണോ ആഗ്രഹിച്ചത്, നീ എന്താണോ പ്രാർത്ഥിച്ചത്, അതിനൊരു മറുപടിയായി ഇന്ന് പകൽ ദൈവത്തിന്റെ വചനം ഇറങ്ങി വരേണ്ടതിന് നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം.
അബ്രഹാമിനോട് തന്റെ മകൻ ചോദിച്ചപ്പ കത്തയും വിറക് തീയും നമ്മുടെ പക്കലുണ്ട്, എന്നാൽ യാഗത്തിനുള്ള യാഗവസ്തു ഇവിടെ. എന്നാൽ അബ്രഹാം പറഞ്ഞു, അല്ലയോ മകനെ, ഇതാ ദൈവം നമുക്ക് വേണ്ടി കരുതിക്കൊള്ളും. ഇന്ന് പകൽക്കാലം യാഗപീഠത്തിന്റെ അകത്ത് നീ വന്നിട്ടുണ്ടെങ്കിൽ, ഇന്ന് മകൾ ദൈവസന്നിധിയിൽ നീ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, ഇന്ന് മകൾ നീ ഉപവാസത്തോടായിരിക്കുന്നെങ്കിൽ, ഇന്ന് മകൾ യാഗപീഠത്തിന്റെ മുന്നിൽ നിന്റെ കണ്ണുനീര് വീണിട്ടുണ്ടെങ്കിൽ, ഇന്ന് മകന്റെ യാഗപീഠത്തിന്റെ മുൻപിൽ നിന്റെ ഹൃദയം ഒഴുകിയിട്ടുണ്ടെങ്കിൽ, ഇന്ന് യാഗപീഠത്തിന്റെ മുൻപിൽ യാഗവസ്തുവായെങ്കിൽ, ഇന്ന് മകൾ പറയുന്നു, എന്റെ ദൈവം നിനക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്. ഇന്ന് മകൾ നിന്റെ കണ്ണിൽ പെടാത്തതിന്, ഇന്ന് മകൾ നിന്റെ കണ്ണിൽ കണ്ടുകൊണ്ട് കാണാൻ കഴിയാത്തതിന്, കുലിക്കയറ്റതിന്റെ മുൻപിൽ തരുന്ന ഒരു ദൈവത്തിന്റെ പ്രവൃത്തിയുണ്ട്. ഇന്ന് മകൾ വിശ്വസിക്കുന്നവരെ പഠിച്ചത് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ദൈവം കരുതുന്നുണ്ടെങ്കിൽ അത് നിന്റെ കരങ്ങളിൽ എത്താതെ പോകത്തില്ല. ദൈവം കരുതുന്നുണ്ടെങ്കിൽ അത് നിന്റെ കരങ്ങളിൽ എത്താതെ പോകത്തില്ല. ഓ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ കർത്താവിനെ ഞങ്ങൾ ഒരുമിച്ച് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഇന്ന് മകൾ ദൈവത്തിന്റെ വലിയ സാന്നിധ്യം, ഇന്ന് മകൾ പരിശുദ്ധാത്മാവിന്റെ കൃപ, ഇന്ന് മകൾ കൂട്ടായ്മ കർത്താവ്, ഇന്ന് മകൾ ഇതിന് വെളിപ്പെടുമാറാകണമേ. വചനം ഇന്ന് അനേക ഹൃദയങ്ങളോട് സംസാരിക്കട്ടെ, അനുഗ്രഹമായി തീരട്ടെ, വിടുതലായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ പരിജ്ഞാനത്തിൽ ദൈവരസ സ്വർഗം സഹായിക്കണം. പ്രാർത്ഥന കേട്ടല്ലോ യേശുവിൻ നാമത്തിൽ തന്നെ. ഒരിക്കൽ കൂടെ സന്തോഷമുള്ളവർ കരങ്ങളെ ഓർത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. നമുക്ക് വായിക്കാം രൂത്തിന്റെ പുസ്തകം 3-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം. രൂത്തിന്റെ പുസ്തകം 3-ാം അധ്യായം അതിന്റെ 12. രൂത്ത് 3:12. രൂത്ത് 3. ഞാൻ നിന്റെ വീണ്ടെടുപ്പുകാരൻ എന്നത് സത്യം തന്നെ, എങ്കിലും എന്നേക്കാൾ അടുത്ത ഒരു വീണ്ടെടുപ്പുകാരൻ ഉണ്ട്. സ്തോത്രം. പ്രൈസ്. നമുക്ക് ഏവർക്കും സുപരിതമായ വേദഭാഗമാണ് ഇന്ന് പകൽക്കാലം വായിക്കപ്പെടുവാൻ ഇടയായത്. രൂത്തിന്റെ പുസ്തകം നമുക്ക് ഏവർക്കും സുപരിതമാണ്. ഹല്ലേലൂയ. നാം നാളുകളായി അനേക ദൈവദാസന്മാരിലൂടെ അനേകം വ്യത്യസ്തപരമാകുന്ന ദൂതുകൾ, ആലോചനകൾ, വെളിപ്പാടുകൾ, ദർശനങ്ങളൊക്കെ പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന വേദഭാഗമാണ്. എങ്കിലും എന്നിൽ പരിമിതമായ അറിവുകൾ കൊണ്ട് സ്തോത്രം ദൈവം തന്ന 1-2-3 കാര്യങ്ങളെ വേഗത്തിൽ പറഞ്ഞ് താണിരിപ്പാൻ ദൈവനാമത്തിൽ സ്തോത്രം ശരണപ്പെടുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. നാം വായിക്കപ്പെട്ടത് ഇങ്ങനെയാണ്. രൂത്തിന്റെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു: ഞാൻ നിന്റെ വീണ്ടെടുപ്പുകാരൻ എന്നത് സത്യം തന്നെ, എങ്കിലും എന്നേക്കാൾ അടുത്ത ഒരു വീണ്ടെടുപ്പുകാരൻ, ഹല്ലേലൂയ, സ്തോത്രം, നിനക്കുണ്ട്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം എത്ര പേർ വിശ്വസിക്കുന്നു നമുക്കൊരു വീണ്ടെടുപ്പുകാരനുണ്ടെന്ന്? ഹല്ലേലൂയ. എത്ര പേർക്ക് വിശ്വാസമുണ്ട് നമുക്കൊരു വീണ്ടെടുപ്പുകാരനുണ്ടെന്ന്? ഇന്ന് പകൽ ഞാൻ ഹല്ലേലൂയ ആ ഒരു വിഷയത്തിൽ ഊന്നിയാണ് ഇന്ന് പ്രസംഗിപ്പാൻ ആഗ്രഹിക്കുന്നത്. സ്തോത്രം. എന്നിലും എന്നേക്കാൾ വീണ്ടെടുപ്പുകാരൻ. സ്തോത്രം. എന്നിലും എന്നേക്കാളുള്ള വീണ്ടെടുപ്പുകാരൻ. സ്തോത്രം. ഹല്ലേലൂയ. എന്താണ് രൂത്തിന്റെ പുസ്തകം? ഹല്ലേലൂയ. BC 1600-1500 മധ്യേ ഇസ്രായേലിന് ഒരു രേഖ എന്ന നിലയിൽ യഥാർത്ഥ രൂപത്തിൽ പാലസ്തീനിൽ വെച്ച് എഴുതപ്പെട്ടു. സ്തോത്രം. അല്ലേ? എങ്കിലും ഇതിന്റെ ഇന്നത്തെ രൂപത്തിൽ ഒരുപക്ഷെ BC 1163 1123 മധ്യേ ശമൂവേലോ അല്ലെങ്കിൽ BC 743 683 കാലഘട്ടങ്ങളിൽ സ്തോത്രം യെശയ്യാവോ എഴുതി എന്നാണ് ചരിത്രകാരന്മാർ സ്തോത്രം ഈ പുസ്തകത്തെ പറ്റി പറയുന്നത്, പഠിപ്പിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ഗ്രന്ഥകാരൻ ആരെന്ന് ചോദിച്ചാൽ ദാവീദിന്റെ പൈതൃകം കാണിക്കുവാൻ ഒരുപക്ഷെ ശമൂവേലോ യെശയ്യാവോ ആകാം എന്ന് ചരിത്രകാരന്മാർ 2 ഒപ്പീനിയൻ നമ്മുടെ മുന്നിൽ വെക്കുന്നുണ്ട്. സ്തോത്രം. ഇതിന്റെ പ്രധാനപ്പെട്ട വിഷയം എന്തെന്നാൽ സ്തോത്രം ചാർച്ചക്കാരിലൂടെ വീണ്ടെടുപ്പിന്റെ
ചട്ടം ചിത്രീകരിക്കുന്നതും ന്യായാധിപന്മാരുടെ കാലത്ത് ഇസ്രായേലിന്റെ ജീവിത രീതിയെ സംബന്ധിച്ചുള്ള ലാളിത്യപരമായ അല്ലെങ്കിൽ ലളിതവും ലാളിത്യപരമായ ചരിത്രപരവുമായ ഒരു രേഖയാണ് രൂത്തിന്റെ പുസ്തകം എന്ന് പറയപ്പെടുന്നത്. അത് മാത്രമല്ല, സ്തോത്രം, യേശുവിന്റെ വംശാവലിയിലെ ഒരു ജാതീയ സ്ത്രീയുടെ കഥയും, സ്തോത്രം, ഫേരസിൽ നിന്ന് ദാവീദിലേക്ക് ഏറ്റവും വലിയ വംശാവലിയും രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു പുസ്തകമാണ് രൂത്തിന്റെ പുസ്തകം എന്ന് പറയുന്നത്. സ്തോത്രം. രൂത്തിന്റെ പുസ്തകം നമ്മുടെ ബൈബിളിൽ 8ാമത്തെ പുസ്തകമായിട്ട് കാണപ്പെടുന്നുണ്ട്. 4 അധ്യായങ്ങൾ രൂത്തിന്റെ പുസ്തകത്തിൽ കാണപ്പെടുന്നു. 85 വാക്യങ്ങൾ അടങ്ങിയിരിക്കുന്ന പുസ്തകമാണ് രൂത്തിന്റെ പുസ്തകം. 85 വാക്യങ്ങൾ, 14 ചോദ്യങ്ങൾ നാം ഈ 4 അധ്യായത്തിൽ വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നുണ്ട്. അത് മാത്രമല്ല, ഇസ്രായേലിലെ ഒരു പ്രവാചകനിലൂടെ നൽകപ്പെട്ട ഏതെങ്കിലും പ്രത്യേക സന്ദേശമോ പ്രവചനമോ ഇല്ലാത്ത വേദപുസ്തകത്തിലെ ആദ്യത്തെ പുസ്തകമാണ് രൂത്തിന്റെ. അതായത് പ്രത്യേകമായിട്ടുള്ള പ്രവചനങ്ങളോ അത് ആലോചനകളോ ഒരു പ്രവാചകനിലൂടെയുള്ള എന്തെങ്കിലും സന്ദേശമോ പ്രവചനമോ ഇല്ലാത്ത ഒരു പുസ്തകമാണ് രൂത്തിന്റെ പുസ്തകം എന്ന് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. ഏകദേശം 30 കൽപ്പനകളെ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതാണ് ഏകദേശം ഒരു ചരിത്ര ഭാഗം രൂത്തിന്റെ പുസ്തകത്തെ പറ്റി, സ്തോത്രം, പറയുവാനുള്ളത്. ഇനി എന്താണ് ആ ചരിത്ര ഭാഗത്തിന്റെ ആധാരം? എന്താണ് രൂത്തിന്റെ പുസ്തകത്തെ പറ്റിയുള്ള ആധാരം? എന്താണ് ആ നാമധേയത്തെ പറ്റിയുള്ള സവിശേഷത എന്നറിഞ്ഞിരിക്കണം. ആരായിരുന്നു രൂത്ത്? എന്താണ് രൂത്തിന്റെ പ്രത്യേകത? എന്താണ് രൂത്തുമായി ബൈബിളുമായിട്ടുള്ള ബന്ധം എന്താണ് എന്നുള്ള പല വിഷയങ്ങളുണ്ട്. നമുക്ക് വായിക്കാം. 1-ാമത്തെ അധ്യായം. ആരായിരുന്നു രൂത്ത്? 1-ാമത്തെ അധ്യായം അതിന്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ആരായിരുന്നു രൂത്ത് എന്ന് നമുക്ക് അവിടെ കാണാൻ കഴിയും. 1-ാം അധ്യായം അതിന്റെ 1 തൊട്ട് 7 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാട്ടെ. ന്യായപാലനം നടത്തിയ കാലത്ത് ഒരിക്കൽ ദേശത്ത് ക്ഷാമം ഉണ്ടായി. യൂദയിലെ ബെത്ലഹേമിലുള്ള ആൾ തന്റെ ഭാര്യയും 2 പുത്രന്മാരുമായി മോവാബ് ദേശത്ത് പരദേശിയായി പാർപ്പാൻ. അവന് എലീമേലെക്ക് എന്നും ഭാര്യയ്ക്ക് നവോമി എന്നും 2 പുത്രന്മാർക്ക് മഹ്ലോൻ എന്നും കില്യോനെന്നും പേർ. അവർ യൂദയിലെ ബെത്ലഹേമിൽ എഫ്രാത്യരായിരുന്നു. അവർ മോവാബ് ദേശത്ത് ചെന്ന് അവിടെ താമസിച്ചു. എന്നാൽ നവോമിയുടെ ഭർത്താവായ എലീമേലെക്ക് മരിച്ചു. അവളും 2 പുത്രന്മാരും ചേർന്നു. അവർ മോവാബ്യ സ്ത്രീകളെ വിവാഹം കഴിച്ചു. ഒരുത്തിക്ക് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഏകദേശം നമുക്ക് ആ ചരിത്ര ഭാഗങ്ങളെ ആരായിരുന്നു രൂത്ത് നമുക്ക് അവിടെ ഏകദേശം കാണാൻ കഴിയുന്നുണ്ട്. ന്യായാധിപന്മാർ ന്യായപാലനം നടത്തിയ കാലത്ത് ഒരിക്കൽ ദേശത്ത്, സ്തോത്രം, യഹൂദയിലും ബേത്ലഹേമിലും, സ്തോത്രം, ക്ഷാമം നേരിട്ടപ്പോൾ അവർ പരദേശികളായി പോയ പാർത്ത സ്ഥലമാണ് മോവാബ് എന്ന് പറയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അവിടെ പോയിരുന്നത്, സ്തോത്രം, അവിടെ നമ്മൾ കാണാൻ കഴിയുന്നത് എലീമേലെക്കിന്റെ ഭാര്യയായ നവോമിയും 2 മക്കൾ, ആൺമക്കൾ, എന്ന് വെച്ചാൽ മഹ്ലോൻ എന്നും കില്യോൻ എന്നും പേരുള്ള 2 ആൺമക്കൾ, അതായത് 4 പേർ അടങ്ങുന്ന ഒരു കുടുംബം. അവൻ ബേത്ലഹേമിൽ യഹൂദയിൽ, സ്തോത്രം, അവർ അവിടെ ക്ഷാമം നേരിട്ടപ്പോൾ അവർ പരദേശികളായി അവിടെ, സ്തോത്രം, മോവാബിൽ പോയി താമസിച്ചു. ആ താമസിച്ച കാലഘട്ടങ്ങളിൽ ആമേൻ, സ്തോത്രം, എലീമേലെക്കിന്റെ 2 ആൺമക്കൾ, സ്തോത്രം, മോവാബിൽ നിന്നും എന്ത് ചെയ്തു? വിവാഹം കഴിക്കാനിടയായി. ആ വിവാഹം കഴിച്ചു വന്നവരിൽ ഒരുവന്റെ ഭാര്യയാണ് രൂത്ത് എന്ന് പറയുന്നത്. സ്തോത്രം. രൂത്തിനെ പറ്റി നാം ഇങ്ങനെ പഠിച്ചു വരുമ്പോൾ, സ്തോത്രം, ഹല്ലേലൂയ, ആ ചരിത്ര ഭാഗങ്ങൾ ഇങ്ങനെ പഠിക്കുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കാണുവാൻ കഴിയും. അപ്പോൾ ആ ഒരു കുടുംബത്തിലേക്ക് അവർ വരികയും ആ കുടുംബത്തിലുണ്ടാകുന്ന നഷ്ടങ്ങൾക്ക്, ആ കുടുംബത്തിലുണ്ടായ നഷ്ടപ്പെടലുകൾക്ക് ഒരു സാക്ഷ്യം വഹിച്ചതുമായ ഒരു സ്ത്രീയായിരുന്നു, ഒരു ഹല്ലേലൂയ, ആ ഒരു സ്ത്രീയായിരുന്നു രൂത്ത് എന്ന് പറയുന്നത്. അവൻ എന്താണ് ആ കുടുംബം നേരിട്ട നഷ്ടമെന്നറിയാമോ? അവൻ നവോമി എന്ന ഹല്ലേലൂയ അമ്മായി അമ്മയ്ക്കും ഈ 2 സ്തോത്രം മരുമക്കൾക്കും നഷ്ടം സംഭവിച്ചത് അവൻ അവരുടെ ഭർത്താക്കന്മാരെ ആയിരുന്നു. നവോമിക്ക്, സ്തോത്രം, തന്റെ ഭർത്താവായ എലീമേലെക്കിനെ നഷ്ടപ്പെട്ടപ്പോഴും രൂത്തിനും, സ്തോത്രം,
ഓർപ്പയ്ക്കും മഹ്ലോനെയും കില്യോനെയും നഷ്ടപ്പെട്ടത് അല്ല അവരുടെ ജീവിതത്തിൽ വന്ന വലിയൊരു അലിസ്തോത്രം ഒരു പ്രയാസമായി വന്നു, ഒരു വലിയൊരു കഷ്ടാനുഭവമായി വന്നു. എന്നാൽ ആരും സഹായിപ്പാനില്ലാതെ, ആരും കരുതാനില്ലാതെ, ആരും അവരെ ഒന്ന് നോക്കാനില്ലാതെ സ്തോത്രം പ്രൈസലോ അവിടെയും ക്ഷാമം നേരിട്ടു, അവിടെയും ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു. ഒന്നും ചെയ്യാനൊന്നും പറ്റുന്നില്ല. കാരണം ആ കുടുംബത്താണിയായ ആ കുടുംബത്തിന് നെടുന്തൂണായി നിന്ന തലമുറകൾ സ്തോത്രം മാറ്റപ്പെട്ടു പോയപ്പോൾ സ്തോത്രം വിധവകളെ പോലെ അവർ അവിടെ നിന്നുകൊണ്ട് വിലാപത്തിന്റെ വാക്കുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് എന്തു ചെയ്യുമെന്നറിയാതെ ഹൃദയത്തിന്റെ വേദനകളെ കൊണ്ടിടുമ്പോൾ സ്തോത്രം പ്രൈസലോ അതിന്റെ അകത്ത് ഏർപ്പെട്ടു വന്ന ഒരു സ്ത്രീയായിരുന്നു രൂത്ത് എന്ന് പറയുന്നത്. പ്രൈസലോ ഹല്ലേലൂയ. എന്താണ് സ്തോത്രം വീണ്ടെടുപ്പുമായി ഈ കുടുംബത്തിന് ഒരു ബന്ധമുള്ളത്? എന്താണ് വീണ്ടെടുപ്പുമായി ഞാൻ പ്രസംഗിക്കപ്പെടാൻ പോകുന്ന വിഷയവുമായി ഈ കുടുംബത്തിന് അഗാധമായ ഒരു ബന്ധമുണ്ട്. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, അവൻ നഷ്ടപ്പെട്ടു പോയെന്ന് കരുതിയ, ഉടയപ്പെട്ടു പോയെന്ന് കരുതിയ, ഇനി മുൻപിലേക്കൊരു ജീവിതമില്ലെന്ന് കരുതിയ, ഇനി മുൻപിലേക്കൊരു ഹോപ്പില്ലെന്ന് കരുതിയ, ഇനി മുൻപിലേക്കൊരു വഴിയില്ലെന്ന് കരുതിയ, ഇനി മുൻപിലേക്കൊരു ത്രാണിയും ഒരു സ്വന്തം സഹായവും ഇല്ലെന്ന് കരുതിയ ആ കുടുംബത്തിന്റെ അകത്തേക്ക് ഒരു വീണ്ടെടുപ്പുകാരനായ ദൈവത്തിന്റെ വലിയ കരം ഇറങ്ങി വന്നതാണ്. ആ കുടുംബത്തിന്റെ അകത്തു ദൈവത്തിന്റെ വീണ്ടെടുപ്പ് എന്ന് പറയുന്നത് സ്തോത്രം. ഈ നഷ്ടങ്ങൾ ഹല്ലേലൂയ സംഭവിക്കുന്നതിന് ഒരു കാര്യമുണ്ട്. സ്തോത്രം പ്രൈസ് ദി ലോർഡ്. എന്താണ് ആദ്യം ആ കുടുംബത്തിനുണ്ടായ നഷ്ടമെന്നറിയാമോ? ഒന്ന്, ദൈവത്തിന് പദ്ധതിയില്ലാത്ത, ദൈവത്തിന് ഹിതമില്ലാത്ത, അവൻ ദൈവത്തിന്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായി അവർ സഞ്ചരിപ്പാനിടയായി. എന്താണ് അവർ സഞ്ചരിച്ചത്? ദൈവത്തിന്റെ കൽപ്പന ഹല്ലേലൂയ. ആരിൽ നിന്നും ആരൊക്കെ വേർപെട്ടു ജീവിക്കണമെന്നും ആരിൽ നിന്നും ആരോടൊക്കെ നിങ്ങൾ സഖ്യത പുലർത്തരുതെന്നും പറഞ്ഞോ, അവരോട് സഖ്യത പുലർത്തി അവരിൽ നിന്നും തന്റെ മക്കൾക്കു വേണ്ടി അവൻ സ്തോത്രം ഹല്ലേലൂയ അവൻ വിവാഹം ആലോചിച്ച് അവരിൽ നിന്നും സ്തോത്രം പ്രൈസ് ദി ലോർഡ് അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളെ നൽകി കൊടുത്ത് ദൈവത്തിന്റെ കൽപ്പനയിൽ നിന്നും ദൈവത്തിന്റെ ഉടമ്പടിയിൽ നിന്നും അവൻ ആ കുടുംബം വഴിതെറ്റി മാറിയപ്പോൾ അവൻ സ്തോത്രം അവർ ദൈവ സന്നിധിയിൽ നിന്ന് കൈവിടപ്പെട്ടു പോകാനിടയായി. സ്തോത്രം. വീണ്ടെടുക്കണമെങ്കിൽ അവൻ അവിടെ ഒരു കൈവിടൽ ഉണ്ടായിരിക്കണം. സ്തോത്രം ഹല്ലേലൂയ. വീണ്ടെടുക്കണമെങ്കിൽ അവിടെ ഒരു കൈവിടൽ ഉണ്ടായിരിക്കണം. ഈ കുടുംബത്തെ സംബന്ധിച്ച്, ഈ നവോമിയെ സംബന്ധിച്ച്, ഈ രൂത്തിനെ സംബന്ധിച്ച്, ഈ ഓർപ്പയെ സംബന്ധിച്ച് അവരുടെ കൈ വീണ്ടെടുപ്പിന് കാരണം അവരുടെ പിൻചരിത്രത്തിൽ ഒരു കൈവിടൽ ഉണ്ടായിരുന്നു. ആരാണ് കൈവിട്ടത്? മനുഷ്യരല്ല കൈവിട്ടത്, പിന്നെയോ സ്വർഗത്തിൽ ജീവിക്കുന്ന ദൈവമാണ് കൈവിട്ടത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എങ്ങനെയാണ് നവോമി കുടുംബവും ഈ നഷ്ടപ്പെടലിലൂടെ, ഈ കൈവിടപ്പെടലിലൂടെ കടന്നുപോയത്? സ്തോത്രം. ഒന്ന്, കൽപ്പനകളെ തെറ്റിച്ചു. ഹല്ലേലൂയ. മോവാബ്യരെ വിവാഹം കഴിക്കരുതെന്ന് സ്തോത്രം പ്രത്യേകിച്ച് വിലക്കിയിട്ടില്ലെങ്കിലും അവൻ കനാന്യരെ വിവാഹം കഴിക്കുന്നതിൽ നിന്നും ഇസ്രായേലിനെ വിലക്കുന്ന കൽപ്പനയുടെ കീഴിൽ തന്നെ വരുന്ന ഒരു കൽപ്പനയാണ് മോവാബ്യരെ വിവാഹം കഴിക്കരുതെന്നുള്ളത്. സ്തോത്രം. മോവാബ്യരുമായിട്ടൊന്നും ഒരു സഖ്യതയും ഇസ്രായേൽ ജനം അല്ലെങ്കിൽ ദൈവത്തിന്റെ ജനം അവൻ സ്തോത്രം പ്രൈസ് ദി ലോർഡ് അവൻ ഒരു സഖ്യതയും പുലർത്തരുതെന്നാണ് കൽപ്പന കിടക്കുന്നത്. നമുക്ക് വായിക്കാം ആവർത്തന പുസ്തകം 7:3 വാക്യം. ആവർത്തന പുസ്തകം 7-ാം അധ്യായം അതിലെ 3-ാമത്തെ വാക്യം വായിച്ചാട്ടെ. അവരുമായി വിവാഹ സംബന്ധം ചെയ്യരുത്. നിന്റെ പുത്രിമാരെ അവരുടെ പുത്രന്മാർക്ക് കൊടുക്കുകയും. 2-ാമത്തെ വാക്യം വായിക്കാം. വായിച്ചു. ദൈവമായ യഹോവ അവരെ നിന്റെ കയ്യിൽ നീ അവരെ തോൽപ്പിക്കുകയും ചെയ്യുമ്പോൾ അവരെ പ്രതികൂലമാക്കി കളയണം. അവരോട് ഉടമ്പടി ചെയ്യുകയോ കൃപ കാണിക്കുകയോ അരുത്. അവരുമായി വിവാഹബന്ധം ചെയ്യരുത്. നിന്റെ പുത്രിമാരെ അവരുടെ പുത്രന്മാർക്കും കൊടുക്കുകയോ അവരുടെ പുത്രിമാരെ നിന്റെ പുത്രന്മാർക്ക് എടുക്കുകയോ ചെയ്യരുത്. അന്യ ദൈവങ്ങളെ സേവിപ്പാൻ തക്കവണ്ണം
അവർ നിന്റെ പുത്രന്മാരെ എന്നോട് അകറ്റിക്കളയും, യഹോവയുടെ കോപം നിങ്ങൾക്ക് വിരോധമായി ജ്വലിക്കും, നിങ്ങളെ വേഗം അവരുടെ ബലിപീഠങ്ങൾ ഇടിക്കണം. കേട്ടോ, അവരോട് ഒരു സഖ്യതയും പുലർത്തരുത്. നിങ്ങളുടെ ആൺമക്കളെ അവരുടെ പെൺമക്കൾക്കോ, നിങ്ങളുടെ പെൺമക്കളെ അവരുടെ ആൺമക്കൾക്കോ നിങ്ങൾ എന്ത് ചെയ്യരുത്? വിവാഹം ചെയ്യരുത്. വായിച്ചേ ആവർത്തന പുസ്തകം 23-ന്റെ 3-ാമത്തെ വാക്യം കൂടെ വായിച്ചേ. ആവർത്തന പുസ്തകം 23-ാം അധ്യായം 3-ാമത്തെ വാക്യം കൂടെ വായിച്ചേ. ഒരു അമോന്യനോ ഒരു മോവാബ്യനോ യഹോവയുടെ സന്നിധിയിൽ പ്രവേശിക്കരുത്, അവരുടെ 10ാം തലമുറ പോലും ഒരു നാളും യഹോവയുടെ സഭയിൽ പ്രവേശിക്കരുത്. കണ്ടോ, അമോര്യനും അവരുടെ തലമുറയും 10ാം തലമുറ വരെ എന്ത് ചെയ്യരുത്? മോവാബ്യനും അമോന്യനും യഹോവയുടെ സന്നിധിയിൽ എന്ത് ചെയ്യരുത്? ആലയത്തിൽ എന്ത് ചെയ്യരുത്? പ്രവേശിക്കരുത്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ രൂത്ത് ഒരു മോവാബ്യ സ്ത്രീയാണ്. പ്രൈസ് ദി ലോർഡ്. രൂത്ത് ആരാ? ഒരു മോവാബ്യ സ്ത്രീ. കണ്ടോ, ദൈവത്തിന്റെ ജനമായ അല്ലെങ്കിൽ യഹൂദാ ഗോത്രത്തിൽ ദൈവമക്കളിൽ നിന്നും ബേത്ലഹേമിൽ നിന്നും അവരെന്ത് ചെയ്തു? വേർപെട്ട് ക്ഷാമം നേരിട്ടപ്പോൾ ഇവർ പോയി പാർത്തത് എവിടെയാ? മോവാബിയ. അവിടെ നിന്നും എന്ത് ചെയ്തു? 2 തലമുറകൾക്ക് എന്ത് ചെയ്തു? വിവാഹം ആലോചിച്ചു. അവരെന്ത് ചെയ്തു? വിവാഹം കഴിച്ചു. ഒന്ന്, അവിടെ എന്ത് സംഭവിച്ചു? കൽപ്പന എന്ത് ചെയ്തു? തെറ്റിച്ചു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. കൽപ്പന എന്ത് ചെയ്തു? തെറ്റിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ ഒരു ദൂത് ഞാൻ നിങ്ങളോട് പറയാം. അവൻ ദൈവത്തിന്റെ കൽപ്പന തെറ്റിക്കുമെങ്കിൽ, ഹല്ലേലൂയ, അവൻ ദൈവത്തിന്റെ കൽപ്പന തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവം പറഞ്ഞിരിക്കുന്ന വിഷയത്തിന്റെ അകത്തു നിന്നും എന്തെങ്കിലും ഒരു വ്യതിചലനം നിന്റെ ജീവിതത്തിന്റെ അകത്തുണ്ടെങ്കിൽ, ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിൽ ഞാൻ പറയാം, അതിന്റെ ഭവിഷ്യത്ത് നീ അനുഭവിക്കും. അതിന്റെ ഭവിഷ്യത്ത് നിനക്ക് അനുഭവിക്കേണ്ടി വരും. എന്താ ദൈവം നിന്നോട് ചെയ്യരുതെന്ന് പറഞ്ഞത്? ദൈവത്തിന്റെ കൽപ്പന നിന്നോട് അരുതെന്ന് പറയുന്നത് നീ ആവർത്തിച്ചാൽ, അത് ചെയ്താൽ, അതിന്റെ ഭവിഷ്യത്ത്, അതിന്റെ ഫലം, ഹല്ലേലൂയ, നീ അനുഭവിക്കേണ്ടി വരും. സ്വന്തം ഹല്ലേലൂയ. കണ്ടോ, മോവാബിയരോട് യാതൊരു വിധത്തിലുമുള്ള സമ്പർക്കവും സഹവാസവും സ്തോത്രം പാടില്ല, ഒരു വിധത്തിലും പാടില്ലെന്ന് പറഞ്ഞ ആ കൽപ്പനകളെ എന്ത് ചെയ്തു? ഇവർ തെറ്റിപ്പോരിടയായി. സ്തോത്രം. കൽപ്പന തെറ്റിച്ചാൽ എന്ത് ചെയ്യും? പണി കിട്ടും. സ്വത്രം. പകൽക്കാലം കർത്താവിന്റെ ദാസൻ പറയാം, നമ്മളെ കൊണ്ട് ആവുന്നതൊക്കെ നമ്മൾ എന്ത് ചെയ്യാവുള്ളൂ? 26 ചെന്നിട്ട് എന്ത് ചെയ്യുന്നു? വിളമ്പരുത്. സ്വത്രം. പ്രൈസ് ദി ലോർഡ്. പുതുവർഷത്തിൽ എന്തും ഞാൻ എന്ത് ചെയ്ത്? കർത്താവ്, നിന്നെ കൊണ്ടാവുന്നത് നീ എന്ത് ചെയ്യാവുള്ളൂ? ദൈവത്തിന്റെ സന്നദ്ധിയിലെടുത്ത തീരുമാനത്തിന്റെ അകത്ത്, ദൈവത്തിന്റെ സന്നദ്ധിയിലെടുത്ത തീരുമാനത്തിന്റെ അകത്ത് നിന്ന് ഇടത്തോട്ടോ വലത്തോട്ടോ നീ ചരിയുന്നുണ്ടെങ്കിൽ ഓർത്തോട്, നിന്റെ തീരുമാനം നീ എടുത്തത് അവൻ മനുഷ്യനോടല്ല, മനുഷ്യനെ പറ്റിക്കുന്നത് പോലെ ദൈവത്തെ പറ്റിക്കാൻ നീ നിന്നാൽ, മനുഷ്യനെ കബളിപ്പിക്കുന്നത് പോലെ ദൈവത്തെ കബളിപ്പിക്കാൻ നീ നിന്നാൽ, മനുഷ്യനോട് വെറും വാക്ക് പറയുന്നത് പോലെ ദൈവത്തോട് നീ വെറും വാക്ക് പറയാൻ നിന്നാൽ, ഇപ്പോഴേക്കാളും ദൈവകുഞ്ഞ് നിന്റെ കൂടെ ഇരിക്കുന്ന നിന്റെ കൂട്ടുകാരനല്ല ദൈവം, പിന്നെയോ അവനോട് വെച്ച കൽപ്പനകളെ അത് പ്രമാണിക്കുന്നിടം വരെ ഏത് നിലവാരത്തിലും ഏത് സാഹചര്യത്തിലൂടെയും നിന്നെ കൊണ്ടുപോകാൻ കഴിവുള്ളവനാണ് കർത്താവ്. സ്വത്രം. അതുകൊണ്ട് തന്നെ കൽപ്പനകളെ എന്ത് ചെയ്യരുത്? തെറ്റിക്കരുത്. ഈ കുടുംബത്തിന് വന്ന ഒരു നഷ്ടപ്പെടലിന്റെ ഒന്നാമത്തെ കാര്യം, കൽപ്പനകളെ എന്ത് ചെയ്യുന്നു?
തെറ്റിച്ചു. സ്തോത്രം, ഹല്ലേലൂയ. കേട്ടോ, നവോമിക്ക് തന്റെ ഭർത്താവിനെയും 2 മക്കളെയും 10 വർഷത്തിന്റെ ഇടയ്ക്കാണ് എന്ത് ചെയ്തത്? നഷ്ടപ്പെട്ടത്. കേവലം 10 വർഷം കൊണ്ട് എന്ത് ചെയ്തു? ഭർത്താവും മരിച്ചു, 2 മക്കളും മരിച്ചു. അപ്പൊ കൽപ്പന പോയപ്പോ, സ്തോത്രം, കണ്ടോ, പ്രതികൂലം വന്നത് കണ്ടോ? സ്തോത്രം, പ്രതിസന്ധി വന്നത് കണ്ടോ? നമ്മളെ കൊണ്ട് ചെയ്യരുതെന്നും ദൈവത്തിന്റെ കൽപ്പന നമ്മുടെ ജീവിതത്തിന്റെ അകത്തുള്ളപ്പോൾ നീ അത് ചെയ്യരുത്, നീ ഇത് ചെയ്യരുത്, അങ്ങനെ പോകല്. വിശ്വാസിയെ സംബന്ധിച്ച് നീ ഒരു വിശുദ്ധ ജീവിതം നേരിടണമെന്നും വിശുദ്ധ ജീവിതം പ്രാപിക്കണമെന്നും അങ്ങനെ ജീവിക്കണമെന്നും വേർപാട് പാലിക്കണമെന്നും ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ഉപദേശം തരുമ്പോൾ അത് കൽപ്പനയാണ്. ആ കൽപ്പനയെ നാം എന്ത് ചെയ്യരുത്? തെറ്റിച്ചു കളയരുത്. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ക്ഷാമം മൂലമാണ് അവർ മോവാബിലേക്ക് പോയത്. സ്തോത്രം. എങ്കിൽ ആ ക്ഷാമത്തിന്റെ കെടുതികളെ ദൈവം മാറ്റി തന്റെ ജനത്തെ ദൈവം അനുഗ്രഹിച്ചു എന്ന് നവോമിക്ക് തന്റെ ബോധ്യമായപ്പോൾ, അറിവ് കിട്ടിയപ്പോൾ അവർ എന്ത് ചെയ്തു? സ്വന്തം നാട്ടിലേക്ക് എന്താ ഒരു മടങ്ങി വരവിന് ആഗ്രഹിച്ചു. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രതികൂലങ്ങളുടെ സാഹചര്യത്തിന്റെ അകത്തു നിന്നും ഒരു മടങ്ങി വരവിനാണ് ആഗ്രഹിക്കുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് പറയുന്നു, നീ ശക്തമായിട്ട് പ്രാർത്ഥിച്ചു. ദൈവത്തിന്റെ ആലോചനയ്ക്കകത്തു നിന്നാ മതി, ദൈവം നിന്നെ മടക്കി കൊണ്ടുവരും. സ്തോത്രം, കണ്ടോ, ക്ഷാമത്തിന്റെ വറുതിയുടെ, ഇല്ലായ്മയുടെ, പ്രതിസന്ധികളുടെ കാലഘട്ടങ്ങൾ അവിടെ തീർന്നപ്പോൾ എന്ത് ചെയ്തു? ഇന്നലകളിലെ കഷ്ടങ്ങളെ മറന്നുകൊണ്ട്, ഇന്നലകളിലെ നഷ്ടപ്പെടലുകളെ മറന്നുകൊണ്ട്, ഇന്നലകളിലെ ദുഃഖത്തെ മറന്നുകൊണ്ട്, ആമേൻ, ഹല്ലേലൂയ, സ്വന്തം ദേശത്തേക്ക് തന്റെ മതം, ഹല്ലേലൂയ, സ്തോത്രം, നവോമിക്ക് മടങ്ങി വരാൻ ഹൃദയത്തിന്റെ അകത്ത് ഒരാഗ്രഹമുണ്ടായി. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, എത്ര പേർക്ക് ദൈവത്തിന്റെ പാദപീഠത്തിലേക്ക് ഒരു മടങ്ങി വരവിന് ആഗ്രഹമുണ്ട്? 2025 കഴിയുമ്പോൾ 26ലേക്ക് നീ കടക്കുമ്പോൾ ഇന്നും നിനക്ക് എവിടെയെങ്കിലും മടങ്ങി വരുവാനുണ്ടെങ്കിൽ, ഇന്നും നിനക്ക് എവിടെയെങ്കിലും ഒരു മടങ്ങി വരവുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്നു, നീ മടങ്ങി വാ. സ്വോത്രം, സ്വോത്രം, സ്വോത്രം. ഇന്നലകളിലെ കഷ്ടപ്പാടുകള്, ഇന്നലകളിലെ ദുരിതങ്ങള്, ഇന്നലകളിലെ വിലാപങ്ങള്, ഇന്നലകളിലെ ദുഃഖങ്ങള്, ഇന്നലകളിൽ നിനക്ക് നേരിട്ട പ്രതിസന്ധികള്, പ്രതികൂലങ്ങള് മറന്നു കളഞ്ഞിട്ട് നീ ഒന്ന് മടങ്ങി വാ. നവോമിയെ സംബന്ധിച്ച്, സ്തോത്രം, അല്ലെ, മോവാബിൽ വെച്ചാണ് തന്റെ ഭർത്താവും മക്കളും നഷ്ടപ്പെട്ടെങ്കിലും ആ കാരണം പറഞ്ഞ് അവൾ അവിടെ കിടന്നില്ല. ആ കാരണം പറഞ്ഞ് അവൾ അവിടെ കിടന്നില്ല. എന്തെന്നറിയാമോ? ഇന്ന് പകൽ ആ കുടുംബത്തെ പറ്റി ദൈവത്തിന് പദ്ധതി ഉണ്ടായിരുന്നു. അവരുടെ ഒരു വീണ്ടെടുപ്പ് അത് ദൈവത്തിന്റെ ഹിതമായിരുന്നു. സ്തോത്രം, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. കണ്ടോ, അപ്പൊ കൽപ്പന തെറ്റിച്ചാൽ എന്ത് സംഭവിക്കും? 1, നഷ്ടം സംഭവിക്കും. 2, ഒരു കയ്പ് അനുഭവപ്പെടും. കൽപ്പന തെറ്റിച്ചാൽ എന്താ സംഭവിക്കുന്ന? 1, കഷ്ടത സംഭവിക്കും. 2, എന്ത് ചെയ്യും? ഒരു കയ്പ് അനുഭവപ്പെടും. കയ്പ്. വായിച്ചേ, 1-ാം അധ്യായം അതിന് 19-20 വാക്യം വായിച്ചു. 1-ാം അധ്യായം 19-20 വാക്യം. രൂത്ത് 1-19-20. അങ്ങനെ അവർ രണ്ടുപേരും ബെത്ലഹേം വരെ നടന്നു. അവൾ അവരോട് പറഞ്ഞിട്ട് സ്തോത്രം, കേട്ടോ, അവൾ അവരോട് പറഞ്ഞത് നവോമി എന്നല്ല, മാറ എന്ന് തന്നെ വിളിക്കണം. സർവശക്തൻ എന്നോട് ഏറ്റവും കയ്പായി ഉള്ളത് എന്ത് ചെയ്തിരിക്കുന്നു? തിരിച്ചറിവുണ്ടായി. തിരിച്ചറിവുണ്ടായി. 1, കൽപ്പന തെറ്റിച്ചാൽ 1 നഷ്ടമുണ്ടാവും, 2 കയ്പിന്റെ അനുഭവം ഉണ്ടാവും. മാറായുടെ അനുഭവം.
സർവശക്തൻ എന്നോട് എന്ത് ചെയ്തു? കയ്പായുള്ളത് എന്ത് ചെയ്തു? ഇന്നും കയ്പ് അനുഭവിക്കുന്ന ഏതെങ്കിലും മേഖല ഉണ്ടെങ്കിൽ നാം ഒന്ന് ചിന്തിച്ചോണം, കർത്താവ് എവിടെയെങ്കിലും ഒരു മടങ്ങി വരവുണ്ടോ? സ്വത്രം. ഹല്ലേലൂയ. എവിടെയെങ്കിലും ഒരു മടങ്ങി വരവുണ്ടോ? ഹല്ലേലൂയ. എവിടെയെങ്കിലും ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ? ഇന്നും കയ്പ് മാറുന്നില്ലെങ്കിൽ ഓർത്തോളം, കൽപ്പനയ്ക്കകത്ത് നീ വരണം. ഒരു മടങ്ങി വരവ് ആവശ്യം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇങ്ങനെ ചില വിഷയങ്ങൾ ഈ ഭവനത്തിന്റെ അകത്തുണ്ടായി. എന്നാൽ ഒരു കാര്യം ഞാൻ പറയട്ടെ, ദൈവജനമേ, ഒരു നവോമി തന്റെ മരുമക്കളെ രണ്ടുപേരെയും ചേർത്ത് വിളിച്ചു. ഹല്ലേലൂയ. അവൻ മടങ്ങി വരവിന് മുമ്പ്, അവൻ സ്വന്തം ദേശത്തേക്ക് വരുന്നതിന്റെ മുൻപ്, അവൻ നവോമി തന്റെ മക്കളെയും ചേർത്ത് വിളിച്ചിട്ട് പറഞ്ഞു, മക്കളെ, നിങ്ങൾ എന്ത് ചെയ്യുക? അവൻ എനിക്കും നിങ്ങളെ സഹായിക്കാൻ ഒരു കാര്യത്തിനും കഴിയത്തില്ല. കാരണം ഞാൻ, ഹല്ലേലൂയ, അവൻ സഹായത്തിന് എനിക്ക് എന്റെ ശരീരം ഇപ്പോൾ അവൻ വഴങ്ങുന്നില്ല, വാർദ്ധക്യമാണ്. അല്ലെങ്കിൽ എനിക്കും നിങ്ങളെ പോറ്റാനോ പുലർത്താനോ കഴിയത്തില്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ നിങ്ങളുടെ തന്നെ ദേശങ്ങളിലേക്ക് നിങ്ങൾ മടങ്ങിപ്പോയിക്കൊള്ളുക എന്ന് പറയാനിടയായി. എന്നാൽ സ്തോത്രം, ഹല്ലേലൂയ, അവർക്ക് ഇരുവർക്കും നവോമി ചുംബനങ്ങളെ കൊടുത്ത് പറഞ്ഞു വിടാൻ നേരം, സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഓർപ്പ പറയുകയാ, ഹല്ലേലൂയ, അപ്പേ, ഹല്ലേലൂയ, മാതാവേ, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, ഞാൻ എന്റെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോകുന്നു. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, എനിക്ക് വേറെ വഴിയില്ല, മടങ്ങിപ്പോക. എന്നാൽ അവൻ റൂത്ത് അവിടെ പറഞ്ഞൊരു കാര്യമുണ്ട്. റൂത്തിനെ മാക്സിമം ബ്രെയിൻ വാഷ് ചെയ്യാൻ, ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം, നവോമി അവിടെ ശ്രമിച്ചു. മകളെ, നീ മടങ്ങിപ്പോ, നിന്റെ ദേശത്തേക്ക് മടങ്ങിപ്പോ. നിന്റെ കൂട്ടക്കാർ, നിന്റെ കുടുംബക്കാർ, നിന്റെ ചാർച്ചക്കാർ, നിന്റെ ബന്ധുമിത്രാദികൾ എല്ലാവരും അവിടെ ഇല്ലേ? നീ മടങ്ങിപ്പോ എന്ന് പറയാനിടയായി. എന്നാൽ ഹല്ലേലൂയ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, റൂത്ത് അവിടെ പറയുന്നൊരു കാര്യമുണ്ട്. അല്ലയോ മാതാവേ, നീ പോകുന്ന ഇടത്ത് ഞാനും പോരും, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും. നിന്റെ ജനം എന്റെ ജനം, നിന്റെ ദൈവം എന്റെ ദൈവം. നീ മരിക്കുന്ന ഇടത്ത് ഞാനും മരിച്ച് അടക്കപ്പെടും. മരണത്താലല്ലാതെ നമ്മെ ഓർമ്മപ്പെടുത്താൻ ഒന്നിനും കഴിയത്തില്ല. കണ്ടോ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. അന്യജാതിക്കാരിയായ അത് ദൈവം സമ്പർക്കവും സ്തോത്രം ഒരു വിധത്തിലുമുള്ള ഒരു കൂട്ടായ്മയും ആചരിക്കരുതെന്ന് പറഞ്ഞ മോവാബ്യ സ്തോത്രം ജാതിയിൽ നിന്നും ഒരിവൾ പറയുകയോ, അല്ലയോ മാതാവേ, ഞാൻ എന്റെ പാരമ്പര്യത്തിലേക്ക് മടങ്ങത്തില്ല, ഞാൻ എന്റെ ഇന്നൊരാളിലേക്ക് മടങ്ങത്തില്ല, ഞാൻ എന്റെ പുറം ഭാഗത്തേക്ക് മടങ്ങത്തില്ല. നിന്നോട് ഞാൻ നീ വിശ്വസിക്കുന്ന, നീ ആരോപിക്കുന്ന, നിന്നെ വഴി നടത്തുന്ന ഒരു ജീവനുള്ള ദൈവത്തിനാണ്. ആ അകത്തളത്തിലുള്ള ഒരു വിശ്വാസമാണ്, ആ അകത്തളത്തിലുള്ള ഒരു ദൈവിക പ്രത്യാശയാണ്, ആ അകത്തളത്തിൽ ദൈവമാണെന്നുള്ള തിരിച്ചറിവാണ് അനുഗ്രഹിച്ചത്. പ്രതിസന്ധികൾ വരുമ്പോൾ, പ്രതികൂലങ്ങൾ വരുമ്പോൾ, പിശാച് നിന്റെ മുൻപിൽ വെല്ലുവിളികൾ ഉയർത്തുമ്പോൾ, ഇന്ന് പകൽക്കാലം നീ മടങ്ങിപ്പോകരുത്, ഇന്ന് പകൽ നീ മടങ്ങിപ്പോകരുത്, നീ മുൻപടക്കരുത്, ഇന്ന് നീ പ്രാർത്ഥിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ദൈവം നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. കണ്ടോ, ദൈവം ഒരു വിധത്തിലും, ഒരു കാര്യത്തിലും, ഒരു ബന്ധത്തിലും അവരുമായിട്ട് ഒരു ബന്ധവും പുലർത്തരുതെന്ന് പറഞ്ഞ മോവാബ്യരിൽ നിന്നും ഒരു വിശ്വാസി. കണ്ടോ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. രൂത്തിനെ പറ്റി ഇങ്ങനെ പറയുമ്പോൾ ഇങ്ങനെ പറയാം, സ്തോത്രം, ഹല്ലേലൂയ. ഒന്ന് വിശ്വാസമുള്ളവളായിരുന്നു ആര്? ശ്രേഷ്ഠതയുള്ളവളായിരുന്നു ആര്? സ്തോത്രം. രൂത്തിലൊരു മഹത്വം ഉണ്ടായിരുന്നു, ഒരു നല്ല സ്വഭാവ സവിശേഷതയുള്ള ആളായിരുന്നു ആര്? രൂത്ത്. ഒരു പ്രത്യാശ ഉണ്ടായിരുന്നു.
സ്നേഹമുള്ളവളായിരുന്നു, കരുതലുള്ളവളായിരുന്നു, അനുകമ്പയുള്ളവളായിരുന്നു, താഴ്മയുള്ളവളായിരുന്നു, സ്വന്തം വിനയമുള്ളവളായിരുന്നു, ദൈവ ഭയമുള്ളവളായിരുന്നു, ദൈവത്തിലുള്ള അതിയായ വിശ്വാസമുള്ളവളായിരുന്നു. ആര്? രൂത്ത്. ഒന്ന് കരുതലുണ്ടായിരുന്നു. എന്താ കരുതൽ? ഭർത്താവ് മരിച്ചു, സഹോദരൻ മരിച്ചു, അമ്മായിയപ്പൻ മരിച്ചു, അപ്പൻ മരിച്ചു. നവോമിയെ വിട്ട് സഹോദരി കടന്നുപോയി, ഒരു മകൾ കടന്നുപോയി. നവോമി തനിച്ച് സ്വന്തം ദേശത്തേക്ക് മടങ്ങിപ്പോകാനിരിക്കുകയും, എന്നാൽ രൂത്തിന്റെ ഹൃദയത്തിൽ നവോമിയെ തനിച്ചു വിടാൻ ഒരു പദ്ധതിയില്ല, അതൊരു ആഗ്രഹമില്ലായിരുന്നു. അവൾക്കൊരു കരുതലുണ്ടായിരുന്നു. സ്തോത്രം, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു കരുതലുണ്ടായിരുന്നു അവളുടെ അമ്മയെ കുറിച്ച്, ഒരു കരുതലുണ്ടായിരുന്നു. ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് കരുതലുണ്ട്? മരുമക്കളോട് കരുതൽ വേണം, അമ്മായിമാരോട് കരുതൽ വേണം, സ്നേഹമുണ്ടായിരിക്കണം. കണ്ടോ, പ്രതിസന്ധിയിൽ രൂത്ത് തന്റെ മാതാവിനെ കൈവിട്ടില്ല. ഇന്ന് പകൽക്കാലം ഏതെങ്കിലും വിഷയത്തിനകത്ത് രണ്ടാണെങ്കിൽ അതെല്ലാം മാറ്റിവെച്ച് എന്ത് ചെയ്തോണം? കരുതലുള്ളവരായിരിക്കണം, പരസ്പരം സ്നേഹമുള്ളവരായിരിക്കണം. ഒരു വീട്ടില് ഒരു അമ്മായിമേ ഒരു മരുമോളും ഒക്കെ ചേർന്ന് പോവുക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര ഒരു വിടുതലാണ്, ഒരു ഭയങ്കര അത്ഭുതമാണ്. എല്ലായിടത്തും കാണാൻ കഴിയത്തില്ല. സ്തോത്രം. അപ്പൊ മരുമക്കളൊക്കെ വരുമ്പോ നമ്മൾ എന്ത് ചെയ്യണം? ഒരു കരുതലൊക്കെ കാണിക്കണം. സ്തോത്രം. ഒരു കരുതലും സ്നേഹമൊക്കെ കാണിക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ തന്നെ നവോമിയെ തിരിച്ചു വിടാൻ രൂത്തിന്റെ ഹൃദയത്തിന്റെ അകത്തൊരു ഇഷ്ടമില്ല. കാരണം ഒന്നത് രൂത്തിന്റെ ക്വാളിറ്റിയാണ്, സ്വഭാവത്തിലുള്ള സവിശേഷതയാണ്. രണ്ട്, അവക്കറിയാം തിരിച്ചു പോയാൽ അവളുടെ പിന്നിലെ ചരിത്രങ്ങൾ അറിയാം. അതിലുപരി കണ്ട ദൈവത്തിനുള്ള വിശ്വാസം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നഷ്ടപ്പെടലിന്റെ മുൻപിൽ വേണമെങ്കിൽ വീണു പോകാം. നഷ്ടപ്പെടലിന്റെ നടുവിൽ, സ്തോത്രം, തള്ളപ്പെടലിന്റെ നടുവിൽ, ഒന്നുമില്ലാതെ ഇരിക്കുന്നതിന്റെ നടുവിൽ, മുൻപിൽ ഒരു പ്രത്യാശയ്ക്കും വകയില്ലാതെ ഇരിക്കുന്നതിന് നടുവിൽ വേണമെങ്കിൽ എന്ത് ചെയ്യാം? പിന്മാറിപ്പോകാം. പക്ഷെ അകത്തുള്ള ഒരു വിശ്വാസമുണ്ടല്ലോ. അതാ ഇവിടെ പറഞ്ഞത്, എന്നൊരു കഷ്ടങ്ങൾ ഉണ്ടായിട്ടും, നഷ്ടങ്ങൾ ഉണ്ടായിട്ടും, പ്രതികൂലങ്ങൾ ഉണ്ടായിട്ടും നവോമിയുടെ അകത്ത് രൂത്ത് കണ്ടൊരു വിശ്വാസമുണ്ട്. പ്രൈസ് ദി ലോർഡ്. നവോമിയുടെ അകത്ത് രൂത്ത് കണ്ട ഒരു വിശ്വാസമുണ്ട്. എന്തെന്നറിയാമോ? അതാ ഇവിടെ പറഞ്ഞത്, നീ പോകുന്ന ഇടത്ത് ഞാനും നിന്റെ കൂടെ വരും. നിന്റെ ജനം ആരാണോ അതാണ് എന്റെ ജനം. നിന്റെ ദൈവം ആരാണോ അതാണ് എന്റെ ദൈവം. അപ്പൊ കഷ്ടതയിലും പ്രതികൂലങ്ങളിലും പ്രതിസന്ധികളിലും വീണു പോയ ഒരു നവോമിയെ കണ്ടിട്ടല്ല രൂത്ത് ഹല്ലേലൂയ അവ ഇറങ്ങി തിരിച്ചത്. അടിയുറച്ചൊരു വിശ്വാസം ഉണ്ടായിരുന്നു. സ്തോത്രം, ഹല്ലേലൂയ. രൂത്തിന്റെ മറ്റൊരു സ്വഭാവം എന്ന് പറയുന്നത്, അതിലുപരി ദൈവം എന്താണ് രൂത്തിലൂടെ ചെയ്യാനെടുത്ത ദൈവപ്രവൃത്തി എന്ന് പറയുന്നത് ഒരു വീണ്ടെടുപ്പ് തന്നെയാണ്. ഒരു വീണ്ടെടുപ്പ്. ഒരു തരത്തിലും ഒരു പ്രവചനം, നമ്മൾ പറയാം, ഒരു പ്രവചനമോ ഒരു മറ്റൊരു കാര്യമോ ഇല്ലാതെ ഇരുന്ന സമയത്ത് ജീവിതത്തിന്റെ സാഹചര്യത്തിലൂടെ വന്ന് ദൈവത്തിന്റെ പ്രവൃത്തി കണ്ട ഒരുവളാണ് ആര്? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ.
അപ്പൊ ദൈവത്തിന് പ്രവർത്തിക്കാൻ പ്രത്യേകിച്ച് എന്ത് ചെയ്യേണ്ട, ഒരു അറ്റ്മോസ്ഫിയർ ഒന്നും വേണ്ട. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഏത് വിഷയത്തിലും, ഏതു നിലവാരത്തിലും, ഏതു മേഖലയിലും എന്ത് ചെയ്യും? ദൈവത്തിന്റെ പ്രവർത്തി ഉണ്ടാകും. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അവൾ മോവാബ് ദേശത്ത് നിന്ന് വന്നവളൊക്കെ ഞാൻ പറഞ്ഞു. ആ ദേശത്തിന് പ്രത്യേകതയൊക്കെ പറഞ്ഞു. ഒന്ന്, അവളുടെ പ്രവൃത്തി അനുഗ്രഹമാണ്. എന്താണ് പ്രവൃത്തി? വായിച്ചേ 2-ാം അധ്യായം 11-ാം വാക്യം. യൂത്തിന്റെ പ്രവൃത്തി എന്തായിരുന്നു? യൂത്തിനെ പറ്റി അവിടെ ഒരു സാക്ഷ്യം പറയുന്നുണ്ട്. ഒരു സാക്ഷ്യം. ബോവസ് അവനോട്, നിന്റെ ഭർത്താവ് മരിച്ച ശേഷം അമ്മായി അമ്മയ്ക്ക് നീ ചെയ്തിരിക്കുന്നതും നിന്റെ അപ്പനെയും അമ്മയും സ്വദേശത്തെയും വിട്ട് മുൻപേ അറിയാത്ത ജനത്തിന്റെ അടുക്കൽ വന്നിട്ട് സ്തോത്രം. കണ്ടോ? ഒരു സാക്ഷ്യം, സാക്ഷ്യം പറയാം. ഞാൻ അതിലേക്കൊക്കെ വരുന്നുണ്ട്. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുക, നിന്റെ ഭർത്താവ് മരിച്ചതിന് ശേഷം നിന്റെ അമ്മായിയമ്മയ്ക്ക് നീ ചെയ്തിരിക്കും, നിന്റെ വിട്ടുപേറിയാത്ത ദേശത്തേക്ക് നീ വന്ന. സ്തോത്രം. ഇതൊക്കെ വന്ന് ഞാൻ ഇവരെ കേട്ടിരിക്കുന്നു. കണ്ടു പറയാം, നിന്റെ പ്രവർത്തിക്ക് യഹോവ പകരം നൽകട്ടെ. 31-ാം തീയതി നമുക്ക് 25 തീരുക. അത് നമുക്കൊന്ന് ജയത്തോടെ പ്രാർത്ഥിച്ച് നമുക്ക് നമുക്ക് കുറച്ച് ക്രമീകരിക്കപ്പെടാം. കണ്ടോ എന്താ പ്രവൃത്തി? ദൈവമക്കളെ, ഞാൻ പറയുന്നതിന്റെ കാരണം, ഞാനും ദേവദാസനോടൊക്കെ ഈ നിലകളൊക്കെ യാത്ര ചെയ്തിട്ട് പറയുന്നത്, ഈ കാലഘട്ടത്തിൽ സുവിശേഷത്തിന്റെ വാതിലുകൾ അടയപ്പെട്ടുകൊണ്ടിരിക്കുക. ഇതിനെ തകർക്കുന്ന ആരെന്നാ? നമ്മൾ തന്നെയാണ്. നമ്മൾ ഈ കറുത്ത പുസ്തകം പിടിച്ചുകൊണ്ട് എന്നും ഞായറാഴ്ചയും പോകും. അതുകൊണ്ട് പോകാത്തതും തലയിടാത്തതുമായ ഒരു പരിപാടി നമ്മുടെ വീട്ടിലും നാട്ടിലും സഭയിലും ഒന്നുമില്ല. അടുത്ത പ്രവർത്തി നല്ലതാക്കണം. പ്രവർത്തി നല്ലതാക്കണം. ഹല്ലേലൂയ. ഇവിടെ രൂത്തിനെ പറ്റി ബോസ് പറയാ, നീ നിന്റെ നിന്റെ ഭർത്താവ് മരിച്ച സമയത്ത് നിന്റെ അമ്മായിയമ്മയ്ക്ക് വേണ്ടി നിന്റെ അപ്പനെയും അമ്മയും സ്വദേശത്തെയും ബന്ധുക്കാരെയൊക്കെ വിട്ട് നീ ഒരു അറിവും ഒരു ഇതുമില്ലാത്ത ഒരു ദേശത്ത് വന്നു നീ പാർത്തത് ഞാൻ അറിയുന്നു. അത് പറയാ, നിന്റെ പ്രവർത്തിക്ക് ദൈവം ചെയ്യും പകരം തരും. സ്തോത്രം. അപ്പൊ നമ്മുടെ പ്രവർത്തിക്ക് എന്തുണ്ട് എന്നുണ്ടാ ഒരു പ്രതിഫലമുണ്ട്. ഇത് പ്രവൃത്തിയൊക്കെ ശരിയാക്കാനുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ശരിയാക്കിക്കോണം. പ്രവൃത്തിയൊക്കെ ശരിയാക്കിക്കോണം. ദൈവമക്കളോടൊക്കെ ഒന്ന് ചിരിച്ച്, ഒന്ന് സന്തോഷിച്ച്, ഒരു കൈയൊക്കെ കൊടുത്ത്, വേണേ ഒന്ന് നിങ്ങൾ എന്ത് ചെയ്തു? ഒന്ന് കെട്ടിപ്പിടിച്ച്. സ്തോത്രം. അതല്ലേ ഒരു കൂട്ടായ്മ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദാവീദിന് പെട്ടകത്തിന്റെ മുൻപിൽ തുള്ളാമെങ്കിൽ ആ പൊസിഷൻ മറന്ന് ദൈവം ചെയ്ത വിളിക്ക്, ദൈവത്തിന്റെ പ്രവൃത്തിയെ ഓർത്ത് അതിന്റെ മുമ്പിൽ നൃത്തം ചെയ്യാമെങ്കിൽ അവനൊപ്പം ഇവിടെ ആരുമില്ലെന്നാണ് എന്റെ ഒരു അറിവ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നാം നമ്മുടെ പ്രവൃത്തിയൊക്കെ എന്ത് ചെയ്യണം? ഒന്ന് മാറ്റി തിരുത്തി 26-ലേക്കൊന്ന് കടക്കുമ്പോൾ ഒരു പുതിയ മനുഷ്യരായി പ്രവർത്തിക്കും പ്രതിഫലമുണ്ടെന്ന് ഹൃദയത്തിന്റെ അകത്തൊരു തിരിച്ചറിവോടുകൂടി, സ്തോത്രം, ഹല്ലേലൂയ, നമുക്ക് ഒരുമിച്ച് മുന്നേറാം. പ്രൈസ് ദി ലോർഡ്. പ്രവർത്തിക്കും എന്തുണ്ട്? പ്രതിഫലമുണ്ട്. ഇത് നമ്മൾ ആരെയും നോക്കി ചിരിച്ചില്ലെങ്കിൽ നമ്മളെ നോക്കി ആരും ചെയ്തില്ല, മറ്റുള്ളവര് ചിരിക്കത്തില്ലെന്ന്. പ്രതിഫലമുണ്ടെന്ന്. നീ കൈ കൊടുത്തില്ല, നാളെ നിനക്ക് കൈ കൊടുക്കാതിരിക്കാൻ ആളുണ്ട്. ആ പ്രതിഫലമുണ്ട്. സ്തോത്രം. സ്തോത്രം. പ്രതിഫലമുണ്ട് പ്രവർത്തിക്കാൻ. കണ്ടോ?
അവിടെ പറയുക അവളുടെ പ്രവൃത്തിയെ കണ്ട് ബോസ് പറയൂ, അവളുടെ നിന്റെ പ്രവൃത്തിക്ക് ദൈവം പ്രതിഫലം നൽകും. കാരണം അത്ര നല്ല സ്വഭാവമായിരുന്നു യൂത്തിന്റെ. നമ്മൾ യൂത്തിന്റെ ഒക്കെ പുസ്തകം എടുത്ത് വായിക്കുന്നതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അപ്ലൈ ചെയ്യാൻ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കണം. സ്വോത്രം. പൈസലോ വെറുതെ പ്രസംഗിച്ച് വെറുതെ കേട്ട് അങ്ങ് പോകാതെ നമ്മൾ എങ്ങനെയാണ് കേൾക്കുന്നേ? യൂത്തിന് വേണ്ടി ദൈവം ചെയ്ത പ്രവൃത്തി അല്ലേ? ദൈവം കരുതി എന്നുള്ളത് ശരിയാ, പക്ഷെ അവളുടെ ചില നല്ല ഭാഗങ്ങളും കൂടെ ഇതിനകത്തുണ്ടായി. അടുത്തത് രൂത്തിനെ പറ്റി 2-3 പ്രത്യേകതയായി പറഞ്ഞു. ഒന്ന്, മോവാബ് ദേശത്ത് നിന്ന് വന്നവൾ. 2, അവളുടെ പ്രവൃത്തി നല്ലതായിരുന്നു. 3-ാമത്തെ കാര്യം 2:12 ഒന്ന് വായിച്ചു. 3-ാമത്തെ ഇസ്രായേലിന്റെ ദൈവം ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ ചിറകിൻ കീഴെ ആശ്രയിച്ചു വന്നിരിക്കുന്ന നിനക്ക് അവൻ പൂർണ്ണ പ്രതിഫലം തരുമാറാകട്ടെ. കണ്ടോ? അപ്പോ നവോമിയുടെ പുറകെ രൂത്ത് ഇറങ്ങി തിരിച്ചത് വെറുതെ അല്ലെന്ന് ഞാൻ മുമ്പേ പറഞ്ഞു. എന്താണ്, എങ്ങനെയാണ്? അല്ലെങ്കിൽ ഇവിടെ പറയുകയാ, കണ്ടോ, ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ ചിറകിന്റെ കീഴെ ആശ്രയിച്ചു വന്ന നിനക്ക്. രാമൻ പറ. കണ്ടോ, ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ ചിറകിന്റെ കീഴിൽ ആശ്രയിച്ചു വന്ന നിനക്ക് എന്തുണ്ട്? ഒരു പ്രതിഫലമുണ്ടെന്ന്. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ചിറകിന്റെ കീഴിൽ ആശ്രയിച്ചു വന്നിരിക്കുന്ന നിനക്ക് ഒരു പ്രതിഫലമുണ്ട്. ദൈവത്തിന്റെ കുഞ്ഞെ, നീ വന്നത് വെറുതെയല്ല, നീ ഇരിക്കുന്നത് വെറുതെയല്ല, നിന്റെ പ്രാർത്ഥന വെറുതെയല്ല, നിന്റെ ഉപവാസം വെറുതെയല്ല, നിന്റെ കണ്ണുനീര് വെറുതെയല്ല. നീ ദൈവത്തിന്റെ ചിറകിന്റെ കീഴിൽ ആശ്രയിച്ചാണോ വന്നിരിക്കുന്നത്? നിനക്ക് വേണ്ടി വഴികളെ തുറക്കാൻ, നിനക്ക് വേണ്ടി കരങ്ങളെ ഒരുക്കാൻ എന്റെ ദൈവം നല്ലവനാണ്. ആമേൻ പറ, ആമേൻ പറ, ആമേൻ പറ. 2026 എനിക്ക് അനുഗ്രഹത്തിന്റെ വർഷമാകട്ടെ എന്ന് പറ. 2026 ഞാൻ ആശ്രയിച്ച ചിറകിന്റെ കീഴിൽ നിന്നും എനിക്കൊരു വിടുതലുള്ള വർഷമാണെന്ന് പറ. 2026 ഞാൻ കടക്കുമ്പോൾ എനിക്ക് വേണ്ടി വഴികളെ തുറക്കുന്ന വർഷമാണെന്ന് പറ. കണ്ടോ, പ്രവർത്തിക്ക് പ്രതിഫലമുണ്ട്. എന്താ പ്രവർത്തിക്ക് പ്രതിഫലമെന്നറിയാമോ? സ്തോത്രം. ദൈവത്തിന്റെ ചിറകിന്റെ കീഴിൽ വന്നിരിക്കുന്ന രൂത്തിനെ നോക്കിക്കൊണ്ട് പറയല്ലയോ മകളെ, ഇസ്രായേലിന്റെ ദൈവമായിരിക്കുന്ന യഹോവയുടെ ചിറകിന്റെ കീഴിലുള്ള അതിന് നിനക്ക് പ്രതിഫലമുണ്ട്. ദൈവത്തിൽ നീ ആശ്രയിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവത്തിൽ നീ ശരണം പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ, ആരെല്ലാം നിന്നെ മറന്നാലും, ഏതെല്ലാം വിഷയങ്ങൾ നിന്നെ തള്ളിക്കളഞ്ഞാലും, ഏതൊക്കെ വിഷയത്തിന്റെ അകത്ത് നിനക്ക് ഒരു ഉയർച്ചയില്ലെങ്കിൽ, ഞാൻ പറയട്ടെ, ആ ആശ്രയത്തിന്റെ കീഴിലാണെങ്കിൽ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. സ്തോത്രം. അപ്പനില്ല, അമ്മയില്ല, സ്വന്തക്കാരില്ല, ആരുമില്ല. സ്വന്തം ദേശത്തെ വിട്ട് അന്യദേശത്ത് വന്നിരിക്കുന്നവരുടെ ഏക ആശ്രയം എന്ന് പറയുന്നത് അത്യുന്നതനായ ദൈവത്തിന്റെ ചിറകിന്റെ കീഴാണ്. സ്വത്രം. ഹല്ലേലൂയ. ആ അത്യുന്നതനായ ദൈവത്തിന്റെ ചിറകിന്റെ കീഴിലിരിക്കുന്ന ചില പ്രത്യേകതകൾ. ഹല്ലേലൂയ. അവളിലേക്ക് ഹല്ലേലൂയ ആ ചിറകിന്റെ കീഴിൽ ആശ്രയിച്ച് വന്നപ്പോൾ ദൈവം ചെയ്ത ചില പ്രവർത്തികളെ കുറിച്ച് കൂടെ പരിചയപ്പെടുത്താം. എന്നാൽ ഒന്ന്, അവളെ ഒരു വീണ്ടെടുപ്പിലേക്ക് ദൈവം നയിക്കാനിടയായി. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം എന്ന് വെച്ചാൽ വീണ്ടെടുപ്പിന്റെ സമയം. സ്തോത്രം. ദൈവത്തിന്റെ കരത്തിന്റെ കീഴിൽ, ആ ചിറകിന്റെ കീഴിൽ വന്നപ്പോൾ മുതൽ വീണ്ടെടുപ്പിന്റെ സമയം രൂത്തിന്റെ മേൽ വെളിപ്പെടാൻ തുടങ്ങി. ഒരു വീണ്ടെടുപ്പിന്റെ വാഗ്ദത്തം രൂത്തിന്റെ മേൽ വെളിപ്പെടാൻ തുടങ്ങി. ഒരു വീണ്ടെടുപ്പിന്റെ കരം രൂത്തിന്റെ മേൽ വെളിപ്പെടാൻ തുടങ്ങി.
സ്വോത്രം സ്വോത്രം സ്വോത്രം. എന്താണ്? ഒന്ന്, ദൈവം അവളെ ഉറപ്പിച്ചു. ആ അത്യുന്നതനായ ദൈവത്തിന്റെ ചിറകിന്റെ കീഴിൽ ആശ്രയം പ്രാപിച്ചിരിക്കുന്ന രൂത്തിനെ ദൈവം എന്താ ഒന്നാമത്തെ കാര്യം, ദൈവം അവളെ ഉറപ്പിച്ചു. വായിച്ചേ 2:8. ബോവസ് രൂത്തിനോട്, കേട്ടോ മകളെ, പെറുക്കുവാൻ വേറെ ഒരു വയലിൽ പോകേണ്ട, ഇവിടം വിടുകയും വേണ്ട. മതി. സ്തോത്രം. കേട്ടോ, ബോവസിന്റെ വയലിൽ എന്ത് ചെയ്യുക? ഇപ്പൊ രൂത്ത് നിൽക്കുക. സ്തോത്രം. അനുഗ്രഹത്തിന്റെ കാലമാണ്. ആരാണ് ബോവസ്? എലീമേലെക്കിന്റെ ചാർച്ചക്കാരനും ഒരു റിലേഷൻ വന്നുണ്ട്, ഒരു ബന്ധവും കൂടാണ് ആര്? ബോവസ് എന്ന് പറയുന്നത്. ഒന്നുകൂടെ കയറി പറഞ്ഞാൽ ബോവസിനെ പറ്റി അവിടെ പറയുന്നത്, സ്തോത്രം, ഒന്നവൻ ദയയുള്ളവനാണ്. 2, സ്തോത്രം, യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. എന്ന് വെച്ചാൽ ധനവാനാണെന്നാണ് അർത്ഥം. യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവനും ദയയുള്ളവനും, സ്തോത്രം, എലീമേലെക്കിന്റെ കുടുംബത്തിലെ ചാർച്ചക്കാരിൽ ഒരുവനുമാണ് ആര്? ബോവസ്. കണ്ടോ? അപ്പൊ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവൻ ആരായിരിക്കണം? ആരായിരിക്കണം? ദയയുള്ളവരായിരിക്കണം. ദയൊക്കെ വേണം. ദയ. നമ്മൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരും വിളിക്കപ്പെട്ടവരുമല്ലേ? ദയുള്ളവരായി. ദയൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. കണ്ടില്ലേ കഴിഞ്ഞ ദിവസം ഒരു മനുഷ്യനെ നമ്മുടെ നാട്ടിൽ ഒരു തെരുവ് നായെ തല്ലിക്കൊല്ലുന്നത് പോലെ തല്ലിക്കൊന്ന് ഒരു മനുഷ്യൻ. നമ്മൾ നേരത്തെ യുപിയിലും അങ്ങ് മറ്റുള്ള ഇതര സംസ്ഥാനങ്ങളിൽ നാം കണ്ടുകൊണ്ടിരുന്ന കാര്യങ്ങൾ നമ്മളെ തൊട്ട് അടുത്തുവരെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. ദൈവമക്കളായ നമ്മൾ എന്തുള്ളവരായിരിക്കണം? ദയയുള്ളവരായിരിക്കണം. ബോവസിനെ പറ്റി ബൈബിൾ പഠിപ്പിക്കുന്നത്, ഒന്നവൻ ദയയുള്ളവനാ. സ്തോത്രം. അവൻ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവനാ, ധനവാനാ. അതുകൊണ്ടാണ് ഒരു വിവരവുമില്ലാത്ത ബോവസ് തന്റെ വയലിലേക്ക് വരുമ്പോൾ അവിടെ പണിയെടുക്കുന്ന രൂത്തിനെ കണ്ടു ചോദിച്ചു, ഇവളാർ? ഇവിടെ മുൻപരിചയമൊന്നുമില്ല, ഇവളാർ? അന്നേരമാണ് പറയുന്നത്, സ്തോത്രം, മോവാബിൽ നിന്നും നവോമിയോട് കൂടെ വന്ന അവരുടെ മകളാണ് ആര്? രൂത്ത് എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അവിടെ എന്ത് ചെയ്തു? ബോവസ് ഒരു ദയ കാണിപ്പാറുടെ. ഇതൊക്കെ ദൈവത്തിന്റെ കരുതലിന്റെ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, പ്രത്യേകതയാ. കേട്ടോ, പറഞ്ഞു വരാം. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ഒന്ന്, ദൈവം അവളെ ഉറപ്പിക്കാനിടയായി. അതാണ് പറയുന്നത്, നീ എന്ത് ചെയ്യണ്ട മകളെ, കാര്യങ്ങളൊക്കെ തിരക്കി. അവൾ ആരാണ്, എന്താണ്, എങ്ങനെയാണ്, എപ്പോ വന്നു, രാവിലെ തൊട്ട് അവൾ അവിടെ കളമിറക്കുന്നു. സ്തോത്രം. അവിടെ അധ്വാനിക്കുന്നു. അവിടുത്തെ വേലക്കാരുടെ കൂടെ തന്നെ അവൾ എന്ത് ചെയ്യുന്നു? അധ്വാനിക്കുക. രാവിലെ തൊട്ട് അവൾ വന്ന ആ സമയം എങ്ങാണ്ട് അവൾ ഇരുന്നുള്ളൂ. അതിനുശേഷം ഫുൾ ടൈം താങ്കൾ ഇവിടെ വരുന്നതും വരെയാ, ബോവസ് അവിടെ വരുന്നതും വരെ അവളോട് അധ്വാനിക്കുകയാ. എന്നാൽ അവളോടൊരു ദയ തോന്നിക്കൊണ്ട് ബോവസ് പറയാം, മകളെ, നീ വേറെ എങ്ങും ഇനി എന്തെണ്ട പോകണം. ഒന്ന്, അവളെ അവിടെ ഉറപ്പിക്കാനിടയായി. കണ്ടോ? സ്തോത്രം. ദൈവത്തിന്റെ ചിറകിന്റെ കീഴിലുള്ള അവൾ ആശ്രയിച്ചാണ് വന്നെന്ന് ബോവസിന് മനസ്സിലായപ്പോൾ, അവൻ, സ്തോത്രം, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവൻ, അവൻ, സ്തോത്രം, ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പുള്ളവൻ, സ്തോത്രം, ദൈവത്തിന്റെ പദ്ധതി വെളിപ്പെടുക. അല്ലയോ മകളെ, നീ വേറെ എങ്ങും അധ്വാനിക്കാൻ പോകണ്ട, നീ എന്റെ വയലിൽ തന്നെ നിന്നു, നീ വേറെ എങ്ങും പോകണ്ട. സ്തോത്രം. കേട്ടോ, വീണ്ടെടുപ്പിന്റെ ഘട്ടമാകട്ടോ. ഹല്ലേലൂയ. തകർന്നു പോയ, സ്തോത്രം, അല്ലേ, കണ്ടോ, അവൻ എന്ന് വെച്ചാൽ സ്വന്തം ദേശം വിട്ട്, സ്വന്തം ബന്ധുക്കളെ വിട്ട്, വളർത്തിയ അപ്പനെ അമ്മയും വിട്ട്, കൂട്ടായി കൊടുത്ത ദാസന്റെ വേർപാടിൽ, സ്വന്തം ദേശം എന്തറിയാതെ, ഏത് നാട്ടുകാരെന്നറിയാതെ, ഏത് നാടിന്റെ പാരമ്പര്യം എന്തെന്നറിയാതെ അവൾ വന്ന് വയലിൽ പണിയെടുക്കുമ്പോൾ അവളുടെ ആശ്രയം ഒന്നേ ഉള്ളൂ, അത് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുകയോ. നീ ഏതെല്ലാം ദേശം വിട്ടാലും നിന്റെ ചാർച്ചക്കാർ കൂടെയില്ലെങ്കിലും
നിന്നെ ഉറപ്പിക്കാൻ കഴിവുള്ള ദൈവമാണ്. നീ ആ ദൈവത്തിന്റെ ചിറകിന്റെ കീഴിൽ ആശ്രയം പ്രാപിച്ചിരിക്കുന്നത് അവനാണ് നിന്നെ വീണ്ടെടുക്കാൻ കഴിയുന്നത്. സ്തോത്രം 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 സ്തോത്രം. കേട്ടോ അവിടെ പറയുക, നീ വേറെ എങ്ങും ഇനി പോകണ്ട, നീ ഇവിടെ തന്നെ നിന്നോ. എന്റെ ഹല്ലേലൂയ ബാല്യക്കാരുടെ കൂടെ, എന്റെ വേലക്കാരുടെ കൂടെ നീ ഇവിടെ തന്നെ പണി ചെയ്തോ. നിനക്ക് ആവശ്യമുള്ളത് നീ എടുത്തോ, നീ വേറെ എങ്ങും പോകണ്ട. ദൈവം അവളെ അവിടെ ഉറപ്പിക്കാനിടയായി. സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ താൻ ചില വിഷയങ്ങളെ അകത്ത് ഉറച്ചേ മതിയാകത്തുള്ളൂ. കേട്ടോ, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലത്ത് ഞാൻ പറയാം, ആ ചില വിഷയങ്ങളെ അകത്ത് ദൈവത്തിന്റെ ഉറപ്പിക്കാൻ പോവുകയാ. നീ ഏതൊക്കെയോ വിഷയങ്ങളെ അകത്ത് ഒരു ഉറപ്പില്ലാതെ നിന്റെ ഹൃദയം വലയുന്നുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവ് പറയുന്നു, ഈ ദിവസങ്ങൾ ദൈവം നിന്നെ ഉറപ്പിക്കാൻ പോവുകയാ. ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോളാൻ സ്വന്തം ദൈവാത്മാവാലോചന കൈമാറുന്നു. ഒന്ന്, അവളെ ദൈവം ഉറപ്പിച്ചു. രണ്ട്, അവളുടെ ആവശ്യത്തെ അറിഞ്ഞ് ദൈവം നന്മ ഒരുക്കി. 2:9 വായിച്ചു. അവളുടെ ആവശ്യത്തെ അറിഞ്ഞ് ദൈവം ഒരു നന്മ ഒരുക്കി. 2:9 വായിച്ചു. വായിക്കണം. ആ ആ കേട്ടോ, അവിടെ പറയുക, ഇവിടെ എന്റെ ബാല്യക്കാരത്തിനോട് ചേർന്ന് കൊള്ളുക, അവർ കൊയ്യുന്ന നിലത്തിന്മേൽ ദൃഷ്ടി വെച്ച് അവരുടെ പിന്നാലെ എന്ത് ചെയ്യുക, പോയിക്കൊള്ളുക. വെച്ചാൽ അവളുടെ ഇപ്പോൾ അവളുടെ നിലനിൽപ്പിന് വേണ്ടുന്ന ആവശ്യം എന്താണോ അത് നീ എന്ത് ചെയ്യണം, എടുത്തോണം. നിനക്ക് ആവശ്യമുള്ളത് നീ തരണം, എടുത്തോണം. മൂന്നാമത്തെ വിഷയം, അവൾക്ക് അവിടെ ഒരു സംരക്ഷണം ഒരുക്കി. അതാണ് അവിടെ പറഞ്ഞത് 9-ാമത്തെ വാക്യത്തിന്റെ 2-ാമത്തെ സ്റ്റാൻസ്. ബാല്യക്കാരോട് കൽപ്പിച്ചിട്ടുണ്ട്. അവിടെ എഴുതിയിരിക്കുക, സ്തോത്രം, ബാല്യക്കാർ നിന്നെ തുടരുതെന്ന് ഞാൻ അവരോട് കൽപ്പിച്ചിട്ടുണ്ട്. കേട്ടോ, മൂന്നൊരു സംരക്ഷണം ഒരുക്കി. ഒന്നെന്താ, ദൈവം അവളെ ഉറപ്പിച്ചു. ആവശ്യമുള്ളത് എന്ത് ചെയ്തു, അവൾക്ക് വേണ്ടുന്നത്, അവളുടെ ആവശ്യങ്ങളെ അറിഞ്ഞ് ദൈവം അവൾക്ക് വഴിയൊരുക്കി. 3, അവൾക്ക് അവളുടെ സംരക്ഷണം ഒരുക്കി. വീണ്ടെടുപ്പിന്റെ ഘട്ടങ്ങളായിട്ടോ, സ്തോത്രം, ഹല്ലേലൂയ. സംരക്ഷണം ഒരുക്കി. അടുത്ത 4, അവളുടെ ദാഹം എന്ത് ചെയ്തു, മാറ്റി. എന്ന് വെച്ചാൽ അവിടെ എഴുതിയിരിക്കുന്നു, 9-ന്റെ അവസാനം എഴുതിയിരിക്കുന്നു, ബാല്യക്കാർ നിന്നെ തുടരുന്നത് ഞാൻ അവരോട് കൽപ്പിച്ചിട്ടുണ്ട്. നിനക്ക് ദാഹിക്കുമ്പോൾ പാത്രങ്ങൾ കരികെ ചെന്ന് ബാല്യക്കാർ കോരി വെച്ചതിൽ നിന്ന് കുടിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. യജമാനൻ പറയുന്നു, ബോധമില്ല. വയലിൽ പണിയെടുത്ത് നീ ക്ഷീണിക്കുമ്പോ നീ ചിലപ്പോ തളർന്നെന്ന് വരാം, നീ ചിലപ്പോ ദാഹിച്ചെന്ന് വരാം, ഉഷ്ണം ചിലപ്പോ നിന്നെ സ്തോത്രഫലം തളർത്തിയെന്ന് വരാം. എന്നാൽ നിനക്ക് മടിക്കാതെ നിനക്ക് ആ പാത്രത്തിൽ നിന്നും വെള്ളം കുടിക്കാം, നിന്റെ ദാഹം മാറ്റാം. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ചിറകിന്റെ കീഴിൽ ആശ്രയിച്ചാണ് നീ വന്നിരിക്കുന്നത്. നിന്നെ വീണ്ടെടുക്കുന്നവൻ പറയുന്നു, നിന്റെ ദാഹത്തെ മാറ്റുന്ന ദൈവമാണ് എന്റെ കർത്താവ്. ചിലതിനോട് ദൈവം കൽപ്പിച്ചിട്ടുണ്ട്, ഈ മരുഭൂമി പ്രയാണത്തിന്റെ യാത്രയിൽ സ്തോത്രം നീ അധ്വാനിച്ചിട്ട് നീ വാടിപ്പോകാതിരിക്കാതിരിക്കേണ്ടതിന്, നീ തളർന്നു വീടാതിരിക്കേണ്ടതിന് നിനക്കൊരു ദാഹജലമായി എന്റെ ദൈവം നിനക്ക് വേണ്ടി ചില പാത്രങ്ങളിൽ ചില വെള്ളങ്ങളെ പകർന്നു വെച്ചിട്ടുണ്ട്. നിനക്ക് ധൈര്യമായി കുടിക്കാം, അത് നിനക്ക് വേണ്ടി നൽകി തന്നിരിക്കുന്നത്. സ്തോത്രം, നീ തളർന്നു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. കാരണം നിന്നിലുള്ള വീണ്ടെടുപ്പ് തുടങ്ങിയിരിക്കുന്നു, നിന്നിലുള്ള ദൈവപ്രവൃത്തി തുടങ്ങിയിരിക്കുന്നു, നിന്നിലുള്ള വീണ്ടെടുപ്പ് തുടങ്ങിയിരിക്കുന്നു. രക്തത്താൽ ജയപ്പെടുത്തുന്നു. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. 5-ാമത്തെ വിഷയം, അവരുടെ ഇരിപ്പിടത്തെ ദൈവം എന്ത് ചെയ്തു, മാറ്റി. 2:14 വായിച്ചു. 2:14 അവരുടെ ഇരിപ്പിടത്തെ ദൈവം മാറ്റി. ഇരിപ്പിടത്തെ
ഭക്ഷണ സമയത്ത് ബോവസ് അവരോട് ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കാം. അങ്ങനെ അവൾ കൊയ്ത്തുകാരുടെ അരികിലിരുന്നു. അവൻ അവൾക്ക് മലർ കൊടുത്തു. അവൾ തിന്നു തൃപ്തിയായി. കണ്ടോ? സ്തോത്രം. പുറം ജാതിയായ സ്തോത്രം, അമൂല്യയായ സ്തോത്രം ഹല്ലേലൂയ ഒരുവളെ സ്തോത്രം ഹല്ലേലൂയ എന്ത് മാറ്റി നിർത്തപ്പെടുമെന്ന് ഒരു ചിന്തയുള്ളൂ. അങ്ങനെ ചിന്തയുള്ളത് കൊണ്ട് പറയാ, അല്ലയോ മകളെ, നീ എന്ത് ചെയ്യാ? എന്റെ ബാല്യക്കാരോട് കൂടെ നീ ഇരുന്നു കൊള്ളുക. ആരെന്നറിയത്തില്ല, എന്തെന്നറിയത്തില്ല, ദേശം പുതിയത്, മനുഷ്യൻ പുതിയത്. സ്തോത്രം ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ മാറിയിരിക്കാമെന്നൊക്കെ വിചാരിച്ചു കാണും. ഭക്ഷണം കൊടുത്താൽ എവിടെയെങ്കിലും മാറിയൊക്കെ ഇരുന്ന് കഴിച്ചൊക്കെ അങ്ങ് പോകാമെന്ന് വിചാരിച്ചു കാണും. എന്നാൽ ദൈവത്തിന്റെ വീണ്ടെടുപ്പിന് സമയമെടുത്തപ്പോൾ സ്തോത്രം ദൈവാത്മാവ് അവളെ ഇരിപ്പിടത്തെ മാറ്റി. എന്നാ മകളെ, നീ കടന്നു വരിക. നീ ദൂരത്തിരിക്കേണ്ടവളല്ല, നീ ദൂരത്തിരിക്കേണ്ടവരല്ല. നീ എന്റെ ബാല്യക്കാരോട് കൂടെ ഇരുന്നു. നീ അന്യനല്ല, നീ പരദേശനല്ല, നീ ഇവിടുത്തെ യാതൊരു. നീ ഞങ്ങളെ യാതൊരു കാരണമെന്നറിയാമോ? ദൈവത്തോട് രൂത്ത് പറഞ്ഞ ഒരു ഉടമ്പടി കിടക്കുകയോ? അല്ലോ നവോമിയെ, നിന്റെ ജനം എന്റെ ജനം, നിന്റെ ദൈവം എന്റെ ദൈവം. നീ പോകുന്നില്ല. ഓ ഹല്ലേലൂയ. നിന്റെ ഹൃദയത്തിൽ ചിന്തിക്കാത്ത, നിന്റെ ഹൃദയത്തിൽ ചിന്തിക്കാത്ത ചില അത്ഭുതങ്ങൾ ദൈവം ചെയ്യാൻ പോകുകയാ. നിന്റെ ഈരിപ്പുറത്ത് പറയുന്നു, ദൈവം മാറ്റാൻ പോകുകയാണ്. ദൈവത്തോട് ചേർന്നിരിക്കത്തക്ക നിലവാരത്തിൽ നിനക്ക് വേണ്ടി മാറ്റിയിരിക്കാൻ പോകുകയാണ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കണ്ടോ? ആറാമത്തെ വിഷയം, അവളുടെ പൊസിഷൻ മാറിയത്. അവളുടെ പൊസിഷൻ മാറി. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. എന്താ പൊസിഷൻ മാറിയെന്ന് പറയാൻ കാരണം? വായിച്ചേ, 2-ാമത്തെ അധ്യായം 15 തൊട്ട് 17 വരെ ഒന്ന് വായിച്ചേ. അവൾ പെറുക്കുവാൻ എഴുന്നേറ്റപ്പോൾ ബോവസ് തന്റെ ബാല്യക്കാരോട് അവളെ ഉപദ്രവിക്കരുത്, അവളെ ഇങ്ങനെ അവൾ വൈകുന്നേരം വരെ പെറുക്കി. പെറുക്കിയത് മെതിച്ചപ്പോൾ ഏകദേശം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവൾ അത് എടുത്തുകൊണ്ട് പട്ടണത്തിലേക്ക് പോയി. അവൾ പിറങ്ങിക്കൊണ്ട് വന്നത് അമ്മായിയമ്മ കണ്ടു. താൻ തിന്നു ശേഷിപ്പിച്ചിരിക്കുന്നു. അവൾ എടുത്ത സ്തോത്രം. അവൾ എഴുതിയിരിക്കുകയാ. സ്തോത്രം. കൊയ്ത്തുകാരുടെ പിന്നാലെ കറ്റകളുടെ ഇടയിൽ പെറുക്കി നടന്നവൾ. കൊയ്ത്തുകാരുടെ പിന്നാലെ കറ്റകളുടെ ഇടയിൽ പെറുക്കി നടന്നവൾ വീണ്ടെടുപ്പിന്റെ സമയമായപ്പോൾ, സ്തോത്രം ഹല്ലേലൂയ, അവളുടെ പൊസിഷൻ മാറി. എന്താണെന്നറിയാവോ? സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ബോവസ് പറയുക, അതിന്റെ 15 ഒന്ന് വായിച്ച ഭാഷ. പെറുക്കുവാൻ എണീറ്റപ്പോൾ അവൾ കറ്റകളുടെ ഇടയിൽ പെറുക്കി. പുറകിലല്ല, ബാല്യക്കട പുറകിലല്ല,
കറ്റകളുടെ ഇടയിൽ എന്ത് ചെയ്യട്ടെ? പെറുക്കിക്കൊണ്ടേ. അവർക്കായിട്ട് അവിടെ ഉപദ്രവിക്കരുത്. പെറുക്കേണ്ടതിന് അവർക്കായിട്ട് കറ്റകൾ പഠിച്ചിട്ട് പെറുക്കേണ്ടതിന് അവൾക്കായിട്ട് കറ്റകളിൽ നിന്ന് എന്ത് ചെയ്യണം? ചിലത് വലിച്ചിട്ടേക്കണം. സ്വോത്രം. മനസ്സിലായി? ബാല്യക്കാരുടെ കൊയ്ത്തുന്ന പ്രൈസലോട് ദൈവത്തിന്റെ വീണ്ടെടുപ്പിന്റെ സമയം അടുത്തപ്പോൾ ആമേൻ, സ്തോത്രം, പ്രൈസലോട്, ഹല്ലേലൂയ. പറയുക, നീ കൊയ്ത്തുകാരുടെ പിറകെ ഇനി നടക്കണ്ട, നീ കറ്റകളുടെ നടുവിലേക്ക് ഇറങ്ങിക്കും. എന്നിട്ട് ബാല്യക്കാരോട് പറയുക, സ്തോത്രം, ഹല്ലേലൂയ, അവളെ ഉപദ്രവിക്കരുത്, അവൾക്ക് സംരക്ഷണം കൊടുത്തോണം. പിന്നെ എന്ത് ചെയ്യണം? അല്ലെ കറ്റകളിൽ നിന്ന് നീ എന്ത് ചെയ്യണം? വലിച്ച് ഇട്ട് കൊടുക്കണം. സ്തോത്രം, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? ഹല്ലേലൂയ. പിൻനിരയിൽ നിന്നും മുൻനിരയിലേക്ക് കൊണ്ടുവന്നിട്ട് അവൾ പോലും അറിയാത്ത, അവൾ പോലും ആഗ്രഹിക്കാത്ത, അവൾ പോലും ചിന്തിക്കാത്ത മേഖലകളിലേക്ക്, ചില വിഷയങ്ങളുടെ നടുവിലേക്ക്, ചില അനുഗ്രഹങ്ങളുടെ നടുവിലേക്ക് ദൈവം അവളെ കൊണ്ടു നിർത്തിയിട്ട് പറയുക, അവൾക്ക് വേണ്ടുന്നത് അവളുടെ മുൻപിലേക്ക് വലിച്ചിട്ട് കൊടുക്കണം. ഇന്ന് പ്രാർത്ഥിക്കുന്നവരോട് പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്റെ മുൻപിലേക്ക് ദൈവം ചിലത് വലിച്ചിട്ട് പോലെയാ. ആമേൻ പറ, ആമേൻ പറ, ആമേൻ പറ. ഇന്ന് പകൽ ദൈവം വേണ്ടി ചിലത് വലിച്ചിട്ട് പോലെയാ. നീ വേണ്ടി ചിലതിന്റെ നടുവിൽ ഇറക്കിയിട്ട് നീ പുറകുന്നത് മതി, നീ പുറകുന്നത് മതി, നീ പുറകുന്നത് മതി. നിന്റെ പുറകിലേക്ക് ദൈവത്തിന്റെ നടുക്കുന്ന ദൈവത്തിന്റെ നടുവിൽ നീ പുറകെ നിൽക്കുന്നവനാണോ? നീ പുറകെ നിൽക്കുന്നവനാണോ? നീ എന്തോ പുറകിലാണെന്നോ ചിന്തിക്കുന്നത്. എന്നാൽ പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്റെ പുറകിൽ നിന്ന് നടുവിലേക്ക് കൊണ്ടുവരാൻ എന്റെ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഇന്ന് മുതൽ പ്രാർത്ഥിക്കട്ടെ. സ്വന്തം 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 നടുവിൽ കൊണ്ടുവന്ന് നിന്റെ മുൻപിലേക്ക് വലിച്ചിട്ട് തരാൻ പ്രാർത്ഥിച്ചെടുത്തു. ദൈവത്തിന്റെ വീണ്ടെടുപ്പിന്റെ സമയമായി. സ്വന്തം സ്വന്തം കേട്ടോ. പിന്നിരയിൽ നിന്ന യൂത്തിനെ നടുവിലേക്ക് ദൈവം. സ്വത്രം. എന്താ പ്രത്യേകത? ഒറ്റ പ്രത്യേകതയുണ്ട്. ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ ചിറകിന്റെ കീഴിൽ ആശ്രയം വെച്ചു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ആശ്രയിക്കുന്നവനെ കരുതുന്നൊരു ദൈവമായി എന്റെ ദൈവം. ഹല്ലേലൂയ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ഇന്നലെ നീ ചില നഷ്ടപ്പെടലുകളിലൂടെയൊക്കെ നീ കടക്കേണ്ടി വന്നതായിരിക്കാം. ഇന്നലെ നീ ചില ഹല്ലേലൂയ വ്യഥകളിലൂടെ കടന്നു പോയെന്നിരിക്കാം. ഇന്നലെ ചില നഷ്ടപ്പെടലുകൾ, ചില വേദനകൾ സൃഷ്ടിച്ചെന്നിരിക്കാം. ഇന്നലെ ചില ഇല്ലായ്മകൾ നിന്റെ മുറിവേൽപ്പിച്ചെന്നിരിക്കാം. എന്നാൽ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം പറയുന്നു, നിന്നെ പിറകിൽ നിന്നും നടുവിലേക്ക് കൊണ്ടുവരാ എന്റെ ദൈവം. ഹല്ലേലൂയ, ചില വഴികളെ, മുഖാന്തരങ്ങളെ ഒരുക്കുന്നുണ്ട്. പ്രാർത്ഥിക്കാൻ തയ്യാറുള്ളവർ ഏറ്റെടുത്തു. നിന്റെ മുൻപിലേക്ക് ചില വഴുതലുകളെ, നിന്റെ മുൻപിലേക്ക് ചില നന്മകളെ, നിന്റെ മുൻപിലേക്ക് ചില വാർത്തകളെ വലിച്ചിട്ട് ആ നല്ല ദൈവം പകൽക്കാലത്തേക്ക് ഇറങ്ങി വന്നു. ഞാൻ താഴെപ്പാൻ ആഗ്രഹിക്കുകയാണ്. എന്താ വീണ്ടെടുപ്പ്? സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ബോവസ് നല്ലൊരു മനുഷ്യൻ, ദയവുള്ളവൻ, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവൻ. എന്നാൽ നവോമി ഇങ്ങനെ പറയപ്പെടാൻ ഇടയായി. വേദഭാഗങ്ങൾ വേഗത്തിൽ ഓടിച്ചു വിടാൻ പറയാം ആഗ്രഹിക്കുന്നു. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ.
ആമേൻ സ്തോത്രം. ഭൂമിയുടെ ഹൃദയത്തിൽ ഒരു ആഗ്രഹം, ഹല്ലേലൂയ, ബോവസായവൻ ഹല്ലേലൂയ ആമേൻ മുത്തിനെ ഏറ്റെടുക്കണമെന്ന്. സ്തോത്രം, ഹല്ലേലൂയ. അതിന് നവോമി പറഞ്ഞൊരു കാര്യം, നല്ലയോ മകളെ, നീ ഹല്ലേലൂയ അവൻ കിടന്നുറങ്ങുന്ന സമയത്ത് നീ ചെല്ലുക, അവന്റെ പുതപ്പ് മാറ്റി അവൻ ഉറങ്ങുമ്പോൾ സ്തോത്രം അവന്റെ കാൽക്കൽ നീ കിടന്നുറങ്ങുക. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ ദൈവജനമേ, ഹല്ലേലൂയ. അങ്ങനെ പറഞ്ഞത് അവൾ അതുപോലെ തന്നെ ചെയ്യുവാനിടയായി. എന്നാൽ അങ്ങനെ ചെയ്തു. സ്തോത്രം, ഹല്ലേലൂയ. ബോവസ് ഉണർന്നു, ഇവൾ കാൽക്കൽ കിടന്നു. എന്താണ് മകൾ നിന്റെ ആഗ്രഹം? എന്താണ് നീ ഇങ്ങനെ വന്ന് ചെയ്യുന്നത്? ബോവസേ, അല്ലയോ യജമാനനെ, സ്തോത്രം, നീ എന്നെ വീണ്ടെടുക്കണമേ. ആ സ്തോത്രം, ഞാൻ ആരോരുമില്ലാത്തവൾ, എനിക്കൊന്നും എന്തെന്ന് എനിക്കറിയത്തില്ല. എന്നാൽ സ്തോത്രം, വീണ്ടെടുപ്പിന്റെ സമയം വന്നപ്പോൾ സ്തോത്രം ബോവസ് കൊടുത്ത വാക്കിന് വില കൊടുത്തു. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. അവളെ വീണ്ടെടുപ്പാനിടയായി. അവൻ ദേശക്കാരുടെ മുൻപിൽ, ചാർച്ചക്കാരുടെ മുൻപിൽ, മൂപ്പന്മാരുടെ മുൻപിൽ, അവൻ സ്തോത്രം ബാല്യക്കാരുടെ മുൻപിൽ, അവൻ കൊയ്ത്തുകാരുടെ മുൻപിൽ, അവൻ സ്തോത്രം ഹല്ലേലൂയ ബാക്കി എല്ലാ ദേശക്കാരുടെ മുൻപിൽ വീണ്ടെടുപ്പിന്റെ സമയം വന്നപ്പോൾ ബോവസ് ഇങ്ങനെ വിളിച്ചു പറയാനിടയായി, ഇതാ സ്തോത്രം, ഹല്ലേലൂയ, അല്ലെ മോവാബിൽ നിന്ന് വന്ന മോവിയുടെ മകളായ അല്ലെ രൂത്തിനെയും അവളുടെ ഭർത്താവിന്റെ ഹല്ലേലൂയ സ്തോത്രം അവൻ ദേശത്തെയും സ്ഥലങ്ങളെയും ഞാൻ വീണ്ടെടുത്തിരിക്കുന്നു. അതോടൊപ്പം തന്നെ വിധവയായി തള്ളപ്പെട്ട അവളെ ഞാൻ എന്റെ ഭാര്യയായി വീണ്ടെടുത്തിരിക്കുന്നു എന്നുള്ളത് നിങ്ങളെ അറിയിച്ചു കൊള്ളുന്നു എന്ന് ദേശത്തോട് വിളിച്ചു പറഞ്ഞു, മൂപ്പന്മാരോട് വിളിച്ചു പറഞ്ഞു, ആമേൻ സ്തോത്രം, അല്ലെ ബാല്യക്കാരോട് വിളിച്ചു പറഞ്ഞു, കൊയ്ത്തുകാരോട് വിളിച്ചു പറഞ്ഞു. വീണ്ടെടുത്തത് അത് അവൻ പബ്ലിസിറ്റി ചെയ്യുവാനിടയായി. സ്തോത്രം കണ്ടു, ഹല്ലേലൂയ. ദൈവത്തിന്റെ ചിറകിന്റെ കീഴിൽ ആശ്രയിച്ചു വന്ന ആ മകളെ, ആ രൂത്തിനെ, ആ കുടുംബത്തെ ദൈവം വീണ്ടെടുത്തത് കണ്ടു. എന്നാൽ നമുക്കും ഒരു വീണ്ടെടുപ്പുകാരുണ്ട്, നമുക്കും ഒരു വീണ്ടെടുപ്പുകാരുണ്ട്. പാപത്തിന്റെ പടുകുഴിയിൽ, പാപത്തിന്റെ കുഴയിൽ ചെത്തി കിടന്ന എന്നെയും നിന്നെയും അന്യജാതിയം അറിയപ്പെട്ട വീണ്ടെടുത്ത ഒരു നിസ്തുലനായ കർത്താവ്. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പനും അമ്മയും കൈവിട്ടപ്പോൾ, ദേശക്കാർ കൈവിട്ടപ്പോൾ, നിന്ദിച്ചപ്പോൾ, പരിഹസിച്ചപ്പോൾ, അമ്മ ചവിട്ടി താഴ്ത്തിയപ്പോൾ, ഉറങ്ങാൻ കൊണ്ടടിച്ചപ്പോൾ, നിന്നെ നിന്ദിച്ചപ്പോൾ, നിന്നെ പരിഹസിച്ചപ്പോൾ, നിന്നെ ദൂഷിച്ചപ്പോൾ, ഹല്ലേലൂയ, നിന്നെ വീണ്ടെടുത്ത ദൈവത്തിന്റെ കരമുണ്ട്, നിന്നെ വീണ്ടെടുത്ത ദൈവത്തിന്റെ കരമുണ്ട്. നിന്നെ നിർത്തിയ കരം, നിന്നെ താങ്ങിയ കരം, നിന്നെ ഉറപ്പിച്ച കരം, നിന്നെ മാറ്റിയ കരം. ഇന്ന് പകൽക്കാലം ആ വീണ്ടെടുപ്പുകാരൻ നമ്മുടെ നടുവിലുണ്ട്. അവൻ പ്രത്യക്ഷപ്പെടാൻ സമയമായിരിക്കുന്നു, അവൻ പ്രത്യക്ഷപ്പെടാൻ സമയമായിരിക്കുന്നു, ആ വീണ്ടെടുപ്പുകാരൻ പ്രത്യക്ഷപ്പെടാൻ സമയമായിരിക്കുന്നു. ഏകാരുടനായി മധ്യാകാശത്തിൽ എഴുതുള്ള സമയമായിരിക്കുന്നു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം അതിനെ താഴ്ച ആഗ്രഹിക്കുക. സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പൈതലേ, അതിൽ നമ്മുടെ പ്രവർത്തിക്കുന്നുണ്ട്, പ്രതിഫലമുണ്ട്. സ്തോത്രം, വീണ്ടെടുപ്പുകാരനായ ഒരു കർത്താവ് നമ്മുടെ നടുവിലുണ്ട്. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ആ വീണ്ടെടുപ്പുകാരനെ ഉയർത്തിക്കൊണ്ട് നമുക്ക് ഒരുമിച്ച് പറയാം, അവൻ എന്നെ വീണ്ടെടുക്കുന്നവനാണ്, അവൻ എന്നെ വീണ്ടെടുപ്പുകാരനായ ക്രിസ്തുവാണ്. അവൻ എന്നെ വീണ്ടെടുത്തിരിക്കും, തന്റെ സ്വന്തം ജീവൻ തന്ന അവസാനത്തുള്ളി രക്തം വരെയും ആ കാൽവരിയുടെ കൊലക്കളത്തിൽ എനിക്ക് വേണ്ടി ഒരുക്കി തന്ന ഭാവിയായ എന്നെ അവൻ വീണ്ടെടുത്ത ആ വീണ്ടെടുപ്പിന്റെ നിസ്തുല്യതയെ ഓർക്കുമ്പോൾ നന്ദി പറയാതെ എനിക്ക് കഴിയത്തില്ല. എല്ലാ കണ്ണുകളും അടയട്ടെ. യേശുവിന്റെ നാമത്തിൽ എല്ലാ കണ്ണുകളും ഒന്ന് അടയട്ടെ. ഇന്ന് പകൽക്കാലം നമ്മെ നടത്തിയ ദൈവത്തിന്റെ കരുതൽ, ഇന്ന് പകൽക്കാലം നമ്മെ പുലർത്തിയ ദൈവത്തിന്റെ സ്നേഹം, ഇന്ന് പകൽക്കാലം നമ്മെ വീണ്ടെടുത്ത കർത്താവിന്റെ കൃപ, ഹല്ലേലൂയ. എല്ലാവരും ഒന്നോർത്ത് അല്പസമയം എല്ലാവരും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നാട്ടെ, എല്ലാവരും സ്തുതിച്ചുകൊണ്ടിരുന്നാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ.
അല്ലേ സ്തോത്രം. പ്രൈസലോ. എല്ലാ കണ്ണുകളും അടയട്ടെ. ആമേൻ. പ്രൈസലോ. ഹല്ലേലൂയ. എല്ലാ കണ്ണുകളും അടയട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. പ്രൈസലോ. ആമേൻ. പ്രൈസലോ. ഇന്ന് പകൽക്കാലം നമ്മെ വീണ്ടെടുത്ത ഒരു നല്ല ദൈവമുണ്ട്. ഇന്ന് പകൽക്കാലം നമ്മെ കരുതിയ ഒരു ദൈവമുണ്ട്. ഉന്നത വിളിക്കുകയോഗ്യരെ വിളിച്ചവന്റെ സന്നിധിയിൽ നിന്നു മാറല്ലേ. ഓ ഉന്നത വിളിക്കുകയോഗ്യരെ വിളിച്ചവന്റെ സന്നിധിയിൽ നിന്നു മാറല്ലേ. മുന്നേടുത്ത് മുന്നേടുത്തോ ഉന്നത വെടിഞ്ഞു വന്ന വന്നേടുത്ത് മുന്നേടുത്തോ ഉന്നത വെടിഞ്ഞു വന്നെന്റെ വന്ധ്യമാതാവെന്നു വന്നായി വന്നിച്ചിടാം നന്ദനന്റെ വന്ധ്യമാതാവെന്നു വന്നായി വന്നിച്ചിടാം വീണ്ടെടുത്ത പെട്ടാ രക്ഷകന്റെ വേല ചെയ്യുവേ. ഓ വീണ്ടെടുക്കപ്പെട്ട കൃപമേ വേദമുണർന്നു രക്ഷകന്റെ വേല ചെയ്യുവേ. ഓ അന്ത്യകാലം വന്നാടുത്തെ പെന്തക്കോസ്തി വേലയാണ്. അന്ത്യകാലം വന്നാടുത്തെ പെന്തക്കോസ്തി വേലയാണ്. ചന്താമോടെ വേല ചെയ്യാൻ ചന്താനാട്ടിൽ പോയിടാമേ. ചന്താമോടെ വേല ചെയ്യാൻ ചന്താനാട്ടിൽ പോയിടാമേ. വീണ്ടെടുക്കപ്പെട്ട വേല ചെയ്യുവേ. എടുക്കപ്പെട്ട കൂട്ടാമേ അവന്റെ സന്നിധിയിൽ നിന്നും സന്നിധിയിൽ നിന്നും ഉന്നതം വെടിഞ്ഞു വന്ന ഉന്നതം വെടിഞ്ഞു വന്ന അമ്രാന്റെ വന്യപാത വർണ്ണിച്ചിടാൻ അമ്രാന്റെ വർണ്ണിച്ചിടാൻ വീണ്ടെടുക്കാൻ വേല ചെയ്യുവേ. വീണ്ടെടുക്കാൻ വേല ചെയ്ത ഉണർന്നു രക്ഷകന്റെ വേല ചെയ്ത വീണ്ടെടുക്കപ്പെട്ട കൂട്ടാമേ രക്ഷകന്റെ വേല ചന്ദ്രനോടെ വേല ചെയ്യാൻ ചന്ദാമോടെ വേല ചെയ്യാൻ സ്വന്തത്തിൽ പോയി നാം വീണ്ടെടുക്കാം. ഓ കാര്യങ്ങളെ ക്ഷേമടിച്ച് വീണ്ടെടുത്തത് നല്ല ദൈവം. വീണ്ടെടുത്തത് നല്ല ദൈവം. ഓ വീണ്ടെടുത്തത് നല്ല ദൈവം. വീണ്ടെടുക്കാൻ ചേർന്നുണ്ട് വേല ചെയ്യുവേ. പാത്രം വിട്ടു പാത്രം വിട്ടു പൂർത്തിയായി നീ വേല വിട്ടു പാത്രം വേടിഞ്ഞു. പൂർത്തിയായി നീ വേല വിട്ടു പാത്രം വേടിഞ്ഞു പോകും. വീണ്ടെടുക്കപ്പെട്ട ആവശ്യത്തിൽ വേല ചെയ്യുവേ. ഓ വീണ്ടെടുക്കപ്പെട്ട കൂട്ടാമേ രക്ഷകന്റെ വേല ചെയ്യുവേ. ഓ ചന്ദാമോടെ വേല ചന്ദാക്കാട്ടിൽ പോയി ചന്ദാമോടെ വേല സ്വന്തനാട്ടിൽ പോയി ഈ ലോകരാജ്യം അസ്തമിക്കാറായി. ഈ ലോകരാജ്യം വേഗമിടാതിരിക്കാറായി. ഈ ലോകരാജ്യം അസ്തമിക്കാറായി.
ലോകരാജ്യം വേഗം ആഗമിക്കാനായി പാവമില്ല ശുദ്ധം പാലിടത്ത് വന്നു തന്റെ പാവമില്ല പരിശുദ്ധ പാലിടത്തിൽ വന്നുകൊണ്ട് പാവന ജീവിക്കുന്ന പാവനെ ചേർത്തിടുക പാവനമായി ജീവിക്കുന്ന പാവനെ ചേർത്തിടുക വീണ്ടെടുക്കപ്പെട്ട കൂട്ടാനെ രക്ഷകന്റെ വേല ചെയ്യും വീണ്ടെടുക്കപ്പെട്ട കൂട്ടാനെ രക്ഷകന്റെ വേല ചെയ്യും ഹല്ലേലൂയ. നമ്മുടെ കരങ്ങളെ ഉയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്തിക്കാട്ടെ. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ തിരുവചസ്സിൽ നിന്ന് ശുശ്രൂഷിപ്പാൻ തന്റെ മകനെ പരിശുദ്ധ ദൈവം അധികാരപ്പെടുത്തിയ ദൈവസ്നേഹത്തിനായി സ്തോത്രം ചെയ്യുന്നു. നിന്നെ ഞാൻ വീണ്ടെടുത്തു എന്നുള്ളത് സത്യമെങ്കിൽ പോലും നിന്നെക്കാളും നിന്നെ വീണ്ടെടുക്കാൻ മറ്റൊരുവനുണ്ട്. സ്തോത്രം. വീണ്ടെടുപ്പിന്റെ വിലയെ കുറിച്ചും കൃത്യത അതിന്റെ ഓരോ സാഹചര്യങ്ങളെ അനുഭവങ്ങളെ കുറിച്ചൊക്കെ വചനത്തിലൂടെ ദൈവാത്മാവ് നമുക്ക് ബോധ്യപ്പെടുത്തി സന്തോഷത്തോടെ രാമേ
ഹല്ലേലൂയ. ബോവസാണ് ബോവസിന്റെ സ്വഭാവ സവിശേഷം. കൂടാതെ സ്തോത്രം ഹല്ലേലൂയ, രൂത്തിന് വേണ്ടി ബോവസിലൂടെ ദൈവം ചെയ്തത് വ്യക്തമായി പഠിക്കും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം തന്റെ മകനിലൂടെ പരിശുദ്ധാത്മാവ് ആഴമായി സംസാരിച്ച ദൂതിനെ നമുക്ക് പൂർണ്ണമായി ഏറ്റെടുത്ത് ദൈവം. ഹല്ലേലൂയ. അദ്ദേഹം ശുശ്രൂഷിച്ചപ്പോൾ പ്രാരംഭ സമയത്ത് ഓർമ്മപ്പെടുത്തിയ ഒരു ഭാഗം, അതായത് ഈ ഒരു അവകാശത്തിലേക്ക് വരുവാനുള്ള അനുവാദം മോവാബ്യനോ അമ്മോന്യനോ ഇല്ലായിരുന്നു. അവര് 10ാം തലമുറ വരെ അവരുമായി ഒരു വിധത്തിലുമുള്ള ബന്ധം ഉണ്ടാകരുത് എന്ന് ശുദ്ധമായ ദൈവത്തിന്റെ കൽപ്പന ഉണ്ടായി. ആ കൽപ്പന വരാനുള്ള കാരണം അത് പറയും, അത് പ്രസംഗിക്കുമെന്ന് ഞാൻ വിചാരിച്ചു, പക്ഷെ അങ്ങോട്ട് പോയി. അങ്ങനെ ഒരു കൽപ്പന വന്നു. എന്നാൽ നമ്മൾ പറയാറുള്ള പോലെ ഭാഗ്യവശാൽ, അതിനെ പറയുന്ന ഭാഗ്യവശാൽ ബോവസിന്റെ വയലിൽ അല്ലെ രൂപത്തെത്തി എന്ന് പറയുന്ന പോലെ ദൈവം ഒരു കൽപ്പന കൊടുത്തു. മോവാബ്യരായിട്ടോ അമ്മോന്യരായിട്ടോ യാതൊരുവിധ ബന്ധവും നിങ്ങൾക്കുണ്ടാകും. അവരെന്റെ സന്നിധി വരരുത്, അവരെന്റെ സഭയിൽ പ്രവേശിക്കും. അതിനൊരു കാരണമുണ്ട്. സ്തോത്രം. ഞാൻ പ്രസംഗിക്കാൻ നിൽക്കുകയല്ല. ആ കാരണം പ്രിയ പൈതൽ പറയാത്തത് കൊണ്ട് അതുകൊണ്ടൊന്ന് പറഞ്ഞു പ്രാർത്ഥന. ദൈവം സോദോമിനെ നശിപ്പിക്കാൻ പദ്ധതിയിട്ടപ്പോൾ സോദോമിനെയും ഗോമോറയും നശിപ്പിച്ചു കളയാൻ, ദേശത്തെ ഉന്മൂലനാശം വരുത്താൻ അവരുടെ പാപനിമിത്തം, അവരുടെ സ്വഭാവം കണ്ടിട്ട്, അവരുടെ ചെയ്തികൾ പ്രവർത്തികൾ കണ്ടിട്ട് ആ ദേശത്തെ നശിപ്പിക്കാനിരുന്നപ്പോൾ ദൈവം നശിപ്പിക്കാതിരുന്നത് ലോത്ത് അവിടെ ഉള്ളത് കൊണ്ടാണ്. ദൈവം പറഞ്ഞു, നീ നിന്റെ തലമുറയുമായി നിന്റെ കുടുംബവുമായി ഈ ദേശം വിട്ടു പോണം. ദൈവം പറഞ്ഞ പർവ്വതത്തിലേക്ക് നീ ഓടി കയറണം. ഞാൻ ഈ ദേശത്തെ നശിപ്പിക്കാൻ പോകുന്നു. നീ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇതിനെ നശിപ്പിക്കാൻ. തന്റെ മരുമക്കളോട് പറഞ്ഞപ്പോൾ അവരത് വിശ്വസിച്ചില്ല. മരുമക്കൾ എന്ന് പറഞ്ഞാൽ മരുമക്കളാകാൻ പോകുന്നവരോട് പറഞ്ഞിട്ട് അവരെന്ത് ചെയ്തില്ല, അത് വിശ്വസിച്ചു. ലോത്ത് തന്റെ ഭാര്യയും തലമുറയുമായിട്ട് ആ ദേശം വിടാൻ തീരുമാനിച്ചു. ലോത്ത് പറഞ്ഞു, ദൈവമേ, അങ്ങ് പറഞ്ഞ പർവ്വതത്തിലേക്ക് ഓടിക്കയറാൻ എനിക്ക് സാധിക്കില്ല, പക്ഷെങ്കിൽ അടുത്ത പട്ടണത്തിലേക്ക് ഓടിക്കയറാൻ എനിക്ക് സാധിക്കും. ദൈവം സമ്മതിച്ചു. പക്ഷെ കർത്താവ് ഒരു വ്യവസ്ഥ പറഞ്ഞു, നീ ഓടുമ്പോൾ ആരും തിരിഞ്ഞ് നോക്കും. അവരോടി എന്നാൽ ശരീരം കൊണ്ട് മാത്രമാണ് ലോത്തിന്റെ ഭാര്യ ഓടുന്നത്. മനസ്സിവിടെ കിടക്കുക. നമ്മൾ ഈ ചിലരൊക്കെ വന്ന് പ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്നത് ശരീരം ഇവിടെ ഉണ്ട്, മനസ്സിലാകും. അതിന്റെ ബാക്കി ചിത്രം അവിടെ എഴുതിയിട്ടുണ്ട്. അവിടെ തിരിഞ്ഞു നോക്കിയപ്പോ ഉപ്പ് തൂണായി മാറി, അല്ലെ? അടുത്ത ഭാഗം എഴുതിയിരിക്കുന്നവരുടെ ഗുഹയിൽ ലോത്തിന്റെ 2 മക്കളും താമസിച്ചു. ലോത്തിന്റെ 2 മക്കളും താമസിച്ചു. ഇനിയും നമുക്കൊരു പുരുഷനെ അനുഭവിക്കാൻ നമുക്കിനി കഴിയത്തില്ല, ഒരു തലമുറ നമുക്കുണ്ടാവില്ല എന്ന് അവർ രണ്ടുപേരും സ്വയം ചിന്തിച്ച് അപ്പനെ അവർ മദ്യം കൊടുത്ത് ആ ഒരു അബോധാവസ്ഥയിൽ അപ്പനെ ആക്കിയിട്ട്
അപ്പനുമായി ശയിച്ച് അതിൽ നിന്നുണ്ടായ തലമുറകളാണ് മോവാബ്യരും അമ്മോന്യരും. സ്തോത്രം ചെയ്യുന്നു. എന്നുവെച്ചാൽ ലോത്തിന്റെ മക്കളിൽ ജനിക്കപ്പെട്ട തലമുറകൾ, അതിന്റെ പരമ്പരയാണ് അമ്മോന്യരും മോവാബ്യരെന്നും പറയുന്നത്. ഇങ്ങനെ ഒരു അനീതി, ദൈവത്തിന് ഹിതമില്ലാത്ത പ്രവൃത്തി മക്കൾ അപ്പന്റെ കൂടെ ശയിച്ച് അല്ലെങ്കിൽ ഉണ്ടായ തലമുറകൾ ദൈവത്തിന്റെ വ്യവസ്ഥിതികൾക്ക് തെറ്റാണ്. ദൈവം അതിനെ ശക്തമായി എതിർത്തിട്ട് ദൈവം പറഞ്ഞു, ഈ അമ്മോന്യരും മോവാബ്യരും 10 തലമുറയോളം അവരുമായി ഒരു ബന്ധമുണ്ടാവരുത്. ഞാൻ ആ പ്രസംഗം ഒന്ന് പൂർത്തീകരിക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഇന്ന് പകൽക്കാലം ദൈവത്തിന് ഹിതമില്ലാത്തതെല്ലാം നമുക്കും ഹിതമില്ലാത്തതാവട്ടെ. ദൈവത്തിന് ഇഷ്ടമില്ലാത്തതെല്ലാം നമുക്കും ഇഷ്ടമില്ലാത്തതാകട്ടെ. നമുക്ക് ദൈവസന്നിധി പ്രാർത്ഥിക്കാം. കണ്ണുകളെല്ലാം അടയ്ക്കാം. ഇതാ, കണ്ണുകളും അടച്ചാട്ടെ.